പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്കിരിക്കാം. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയുടെ വലിയ മാധ്യസ്ഥ ശക്തിയും സാന്നിധ്യവും നിറഞ്ഞു നിൽക്കുന്ന എല്ലാ മാലാഖമാരും വിശുദ്ധന്മാരും തത്വസാക്ഷികളും വേദസാക്ഷികളും ഒക്കെ വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന ദിവ്യാരാധനയുടെ നിമിഷമാണ്. അത് ബോധപൂർവം മനസ്സിലാക്കി ഈ നിമിഷങ്ങളിലേക്ക് നമ്മളെ നയിച്ചത് ദൈവമാണ് എന്നുള്ള വലിയ തിരിച്ചറിവ് നിങ്ങളെ കൂടുതൽ ഇതിൽ ഇമേഴ്സ്ഡാക്കാൻ എപ്പോഴും കൃപാസനം അൾത്താറയിൽ നടക്കുന്ന ഉടമ്പടി ധ്യാനം ഒരു എക്കാലത്തേക്കുമുള്ള ഏത് കാലത്തും ഏത് വർഷവും നിങ്ങൾ ഈ ആരാധന കൂടുന്നുവോ അക്കാലങ്ങളിലെല്ലാം നിങ്ങളുടെ അപ്പോഴുള്ള വർത്തമാന കാലവുമായിട്ട് ദൈവം ഇൻട്രാക്ട് ചെയ്യണ കാണാം. അത് വചനബന്ധിയായതുകൊണ്ടും ഒരു ദൈവ പരിപാലനയുടെ പദ്ധതി പ്രയോഗമാണ് ഉടമ്പടി. അതുകൊണ്ടാണ് എക്കാലവും ഇതിനുള്ള ഒരു ധ്യാനം ഒരു സമയത്തിൻ്റെ പരിമിതി അതിനില്ലാതെ പോകുന്നതിൻ്റെ കാരണം. അത് മനുഷ്യൻ്റെ ഇന്നത്തെ ജീവിതവും അതാത് കാലങ്ങളിൽ അവൻ അനുഭവിക്കുന്ന ശാരീരികവും മാനസികവും ജീവിതപരവും ആയിട്ടുള്ള എല്ലാവിധ വെല്ലുവിളികളെ എങ്ങനെയാണ് പ്രതിരോധിക്കേണ്ടതെന്നും ഏത് വിധമാണ് പ്രതിരോധിക്കേണ്ടതെന്നും എങ്ങനെ സുവിശേഷ വിഹിതമായി ചെയ്യുമ്പോഴാണ് അതിനൊക്കെ പരിശുദ്ധ അമ്മയെപ്പോലെ പ്രതിരോധിക്കാൻ കഴിയുന്നതെന്നാണ് മരിയൻ ഉടമ്പടി ധ്യാനം നമുക്ക് നൽകുന്ന ദൈവിക വെളിപാട്. സ്തുതികട്ടെ സ്തുതികട്ടെ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി ഹല്ലേലൂയ. ഒരു നിർദ്ദേശമാണ്. വെൻ വി പ്രേ ഓർ വെൻ വി സിങ്, നമ്മൾ പാടുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും നമ്മളതിനെ ഓൺ ചെയ്യണം. തേജസ്സെഴും നിൻമുഖമൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. എല്ലാ ആധ്യാത്മികമായ ആപ്ലിക്കേഷൻസും അതിൻ്റെ ആക്ടിവേഷൻ നടക്കുന്ന അക്സെപ്റ്റൻസിൽ നിന്നാണ്. അതെൻ്റെ ടെക്നിക്കാണ്. എല്ലാ ആധ്യാത്മികമായിട്ടുള്ള വിഷയങ്ങളെല്ലാം അതിൻ്റെ ആപ്ലിക്കേഷൻസ് അത് നമ്മുടെ ജീവിതത്തിൽ നിറവേറണത് ആപ്ലിക്കേറ്റ് ചെയ്യുമ്പോൾ അത് ആക്ടിവേറ്റ് ചെയ്യണത് അത് നിറവേറി പ്രയോഗത്തിൽ വരുന്നത് അക്സെപ്റ്റൻസ് കൊണ്ടാണ്. നമ്മളത് അംഗീകരിച്ച് ഏറ്റുപറയണം. എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് യാന്ത്രികമായിട്ട് ചില സമയത്ത് പോകും. ഇപ്പോൾ ആരാധ്യൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മളതിൻ്റെ കൂടെ പാടിക്കൊടുക്കും. പക്ഷേ ഡു യു മീൻ ഇറ്റ്? ഇപ്പോഴും അതാണ് പ്രശ്നം. ആ സിംഗിൾ ചോദ്യം തിരിച്ചു വന്നാൽ യെസ് മൈ ലോഡ് എന്ന് ഉത്തരം പറയാൻ കഴിയണം. നിങ്ങളത് ഉദ്ദേശിക്കുന്നുണ്ടോ? ആക്ച്വലി യു മീൻ ഇറ്റ്. ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ അത് നമുക്ക് യാന്ത്രികമായിട്ട് പറയാം. അപ്പോഴും കർത്താവ് ചോദിക്കും, ഡു യു ആക്ച്വലി മീൻ ഇറ്റ്? നീ അത് കറക്റ്റായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടോ? യെസ് മൈ ലോഡ് എന്ന് പറയാൻ നമുക്ക് ചങ്കിൽ ഒരു ചങ്കുറപ്പോടെ പറയാൻ പറ്റണം. ഒന്ന് പറഞ്ഞേ, കർത്താവേ ഞാൻ പ്രാർത്ഥിക്കുന്നത് ഞാൻ പാടുന്നത് അത് പൂർണ്ണമായി അംഗീകരിച്ച് ഏറ്റുപറയണത് ഞാൻ സത്യസന്ധമാണെന്ന് അങ്ങയുടെ തിരുസന്നിധിയിൽ പ്രഖ്യാപിക്കുന്നു. ശ്രദ്ധിക്കട്ടെ ശ്രദ്ധിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ സാക്ഷ്യ വിചാരണ ചെയ്യുന്നത് 2 സാക്ഷ്യങ്ങളാണ്. ആദ്യത്തെ ധ്യാനത്തിൻ്റെ ആദ്യ മുഖത്ത് സാക്ഷ്യ വിചാരണ ചെയ്യണത് ഒരു റിനിട്ടോം കോതമംഗലം, അതുപോലെ തന്നെ നിഷ തോമസ് നിലമ്പൂരി.
ആഴ്ചയിൽ കുറേ അധികം വലിയ സാക്ഷ്യങ്ങൾ കാറ്റഗറിക്കലി നല്ല ഡെൻസിറ്റിയുള്ള സാക്ഷ്യങ്ങളുണ്ടായിരുന്നു. അതിൽ നമ്മളുടെ സബ്ജക്റ്റ് വൈസ് 2 സാക്ഷ്യങ്ങൾ ഞാൻ സെലക്ട് ചെയ്തിട്ട് നമുക്കതിലേക്ക് പോകാം. എന്താ ഈ നിഷ തോമസും അവരുടെ പ്രശ്നം, അവർ ഈ 2 കക്ഷികളുടെയും ഒരു കോമൺ ഫാക്ടറുണ്ട്. എന്താണെന്ന് വെച്ചാൽ 2 പേർക്കും കരിയർ ഗ്യാപ്പുള്ളതാണ്. കരിയർ ഗ്യാപ്പ് എന്നറിയാമല്ലോ, നമുക്ക് ജോലി ഇപ്പം നമ്മൾ ലേഡീസിന് ഏറ്റവും കൂടുതൽ പ്രശ്നം ഇത് കരിയർ ഗ്യാപ്പ്. അതായത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു, പഠനം കഴിഞ്ഞു, നമുക്ക് ജോലിയൊന്നും ആയില്ല, നമ്മൾ പെട്ടെന്ന് 10-29 വയസ്സായി, നമ്മൾ കല്യാണം കഴിക്കേണ്ടി വരുന്നു. പിന്നെ കല്യാണത്തിൻ്റെതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളും കുഞ്ഞുങ്ങളുടെ ഡെലിവറികളും വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു കുഞ്ഞു കൂടി നമുക്ക് ജോലി കിട്ടാഞ്ഞുകൊണ്ട് പിന്നെ ഒരു കുഞ്ഞു കൂടി നമ്മൾ ജനിക്കുന്നു. അങ്ങനെ വരുമ്പോൾ നമുക്ക് 35 വയസ്സാകുന്നു, നമുക്ക് കരിയർ ഗ്യാപ്പായി പോകും. പിന്നെ നമ്മൾ ജന്മത്ത് ചില രക്ഷപ്പെടത്തില്ല. ദിസ് ഈസ് നോട്ട് ഒരു സിമ്പിൾ തിങ് അല്ല, വെരി സീരിയസ് തിങ് ആണ് ഇത് ശരിക്കും. കരിയർ ഗ്യാപ്പ്, അത് എഡ്യൂക്കേഷൻ ഗ്യാപ്പ്, ഈ കാര്യങ്ങൾ നിങ്ങൾ ഈ സാക്ഷ്യങ്ങൾ കേൾക്കണം. അതായത് കരിയർ ഗ്യാപ്പ് എങ്ങനെയാണ് അമ്മ ഇതിനെ ഫില്ല് ചെയ്യണത് എങ്ങനെയാണ് നമ്മൾ ഞെട്ടിപ്പോകും. കാര്യം അതിൻ്റെ ട്രാജഡി അനുഭവിച്ചവരെ സംബന്ധിച്ചിടത്തോളം അവർക്കറിയാൻ പറ്റും ഇറ്റ് ഈസ് ഗ്രേറ്റ് തിങ് എന്ന് വെച്ചാൽ. എപ്പോഴും അത് ഒരു വർഷം നമ്മൾ താമസിച്ചാൽ മതി, ഉടനെ നമ്മൾ പോകുന്ന സ്ഥാപനത്തിൽ നമ്മളോട് ചോദിക്കും, നിങ്ങൾ ഈ 1 കൊല്ലം എന്നാ ചെയ്യുകയായിരുന്നെന്ന് ചോദിക്കും. അത് അവർ പെട്ടെന്ന് ചോദിക്കത്തില്ല. ആദ്യമൊക്കെ അവർ വലിയ ആനക്കാര്യമൊക്കെ പറഞ്ഞിട്ട് ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഇടയ്ക്ക് കയറി ഈ വെടിമരുന്ന് പൊട്ടിക്കും. ഈ 1 കൊല്ലം നിങ്ങൾ എന്ത് ചെയ്യുന്നത്, അതിൻ്റെ ആൻസർ കറക്റ്റ് അല്ലെങ്കിൽ അവിടെ വെച്ച് പോയി സംഭവം. സോ അത് നിങ്ങൾക്ക് അതിൻ്റെ ഫ്ലോ പോയില്ലേ, എഡ്യൂക്കേഷൻ്റെ ട്രെയിനിങ്ങിൻ്റെ എക്സ്പീരിയൻസ് ഫ്ലോ പോയി. അപ്പോൾ നിങ്ങൾ അയോഗ്യരായി. ഉടമ്പടി ഭാഷ പറഞ്ഞാൽ യു ലോസ്റ്റ് യുവർ മെറിറ്റ്. അതാണ് പ്രശ്നം, മെറിറ്റ് പോവുകയാണ്. ഞാൻ എപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഉടമ്പടി മാത്രമേ നോട്ട് ബൈ മെറിറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരു പ്രാർത്ഥനാ രൂപമുള്ളൂ. വേണമെങ്കിൽ കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഉടമ്പടിയാണ് മെറിറ്റ്. ഇപ്പോൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം 2 കാര്യങ്ങളാണ്. ഇപ്പോഴല്ല ഇതൊരു തീരുമാനമായത്. പണ്ട് മുതലേ മനുഷ്യൻ്റെ ജീവിത പ്രശ്നങ്ങളെ അവനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ ദൈവം വളരെ സീരിയസ് ആയിട്ട് അതിനെ അഭിവീക്ഷിച്ചു എന്നുള്ള കാര്യം വേദഗ്രന്ഥത്തിൻ്റെ വായിച്ചെടുക്കുന്ന സത്യമാണ്. ഒരു മനുഷ്യൻ അവൻ്റെ കാലങ്ങളിൽ അവനെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം പൂർത്തിയാക്കുന്നതിൻ്റെ ഇടയിൽ അവന് വരുന്ന വെല്ലുവിളികളെ ഹൗ ക്യാൻ വി കൺഫ്രണ്ട് ഇൻ ദ സ്പിരിറ്റ് ഓഫ് ദി ബൈബിളിൻ്റെ ഒരു സ്പിരിറ്റിൽ. അപ്പോൾ ദൈവം എന്താ അതിനെ കണ്ടത്, വിഷയങ്ങളെ കണ്ടത് എന്താണ്, ഒരു മനുഷ്യന് ഫ്ലോപ്പ് അല്ലെങ്കിൽ പരാജയമോ സംഭവിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ ഒരു ബേസിലാണ്, മെറിറ്റിലാണ് സംഭവിക്കാൻ സാധ്യതയുള്ളത്. ഈ മെറിറ്റ് എന്ന് വെച്ചാൽ യോഗ്യത അല്ലേ. ഇപ്പോൾ കരിയർ ഗ്യാപ്പ് വരുമ്പോൾ ഇപ്പോൾ നിഷ തോമസിൻ്റെ നിലമ്പൂരിൻ്റെ സാക്ഷ്യം എന്താണ്, എനിക്ക് എഡ്യൂക്കേഷൻ ഗ്യാപ്പുണ്ടെന്ന്. എനിക്ക് എഡ്യൂക്കേഷൻ ഗ്യാപ്പുണ്ട്, ചില പഠിക്കാൻ പറ്റിയില്ല, അത് കാരണം ഞാൻ ഇംഗ്ലീഷിൽ ബാക്കാണ്. അപ്പോൾ എന്താ അവൾ പറയാതെ പറഞ്ഞത് എന്താണ്, എനിക്ക് മെറിറ്റില്ലെന്നായി പറയണത്, എനിക്ക് മെറിറ്റില്ല. ഒക്കെ എന്നാ ചെയ്യേണ്ടത്, അവൾക്ക് ഭയങ്കര കൊതിയാണ് സൗദി പോയി ജോലി ചെയ്യണമെന്നുള്ള പണ്ട് പോലെ. അപ്പോൾ എങ്കിലും നമുക്ക് മെറിറ്റില്ലെങ്കിലും ഇവളിതിന് ആഗ്രഹിക്കും ഉള്ളിൽ. നമ്മൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, മെറിറ്റ് ഇല്ലെങ്കിലും ആഗ്രഹിക്കുന്ന ഒത്തിരി ആൾക്കാർ ഉണ്ട്. പക്ഷേ അവർ മാനുഷികമായിട്ടാണ് അങ്ങനെ ആഗ്രഹിക്കുന്നത്. അവിടെ ഓരോ മനുഷ്യർക്കും ഓരോ സ്വപ്നം ഉണ്ടാകത്തില്ല, അത് സ്വകാര്യമാണ്. നിങ്ങളുടെ സ്വകാര്യ സ്വപ്നങ്ങളെ ഉണ്ടാകാം, പക്ഷെ അത് സ്വകാര്യമായിട്ട് മാത്രം ഇരുന്നാൽ അത് ചുമ്മാ അതൊരു മാനുഷികമായി പോകും. ഈ സ്വകാര്യ സ്വപ്നങ്ങളെ നമ്മൾ ദൈവത്തിൻ്റെ സ്വപ്നങ്ങളിലേക്ക് നിങ്ങൾ ചേർത്ത് വെക്കാൻ നിങ്ങൾക്ക് കഴിയണം. അത് നിങ്ങളുടെ വിശ്വാസം കൊണ്ടോ ദൈവസ്നേഹം കൊണ്ടോ ഒക്കെയാണത് കഴിയണത്. ഈ വിശ്വാസം ദൈവസ്നേഹം എന്നൊക്കെ പറയുമ്പോഴേ അത് പാരമ്പര്യമായ വാക്കാണ്, കുറേ കേട്ട് തേഞ്ഞു പോയ ഒരു വാക്കാണ്. പക്ഷേ ഇതല്ലാതെ വേറൊരു വാക്കതിനില്ലതാനും, അതാണ് സംഭവം. നമുക്ക് വേറെ ഇല്ല. ഇപ്പം ഹൃദയം എന്ന് പറഞ്ഞ വാക്ക് നമ്മൾ എത്രയോ വർഷമായിട്ട് കേൾക്കണതാണ്. പക്ഷേ അത് കേട്ടത് കൊണ്ടും അത് പഴയ വാക്കാണെന്ന് പറഞ്ഞത് കൊണ്ടും ഹൃദയത്തിന് സബ്സ്റ്റിറ്റ്യൂഷൻ ഇല്ലല്ലോ.
ഉണ്ടോ? ഇല്ല. ഹൃദയം തന്നെ ഇപ്പോഴും ഉള്ളൂ. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇതുപോലെ വിശ്വാസം എന്ന് പറഞ്ഞാൽ എപ്പോഴും നിങ്ങൾ നോക്കേണ്ട ഒരു വിഷയം, നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത് വിശ്വാസത്തിൻ്റെ അകത്ത് ഒരു 60% ദൈവസ്നേഹം, എൻ്റെ കണ്ടൻറ്റ് വൈസ് ദൈവസ്നേഹം നിറയണം. മനസ്സിലായി? ഞാൻ പറഞ്ഞ മനസ്സിലായി. നിങ്ങളിൽ വിശ്വാസമുണ്ട്, പക്ഷേ ഇത് ഫുൾ വിശ്വാസമാണ്, അതിനകത്ത് ദൈവസ്നേഹമില്ല, അതുപോലെ തന്നെ പ്രത്യാശയുമില്ല. വിശ്വാസമാണ്, പക്ഷേ എന്തുകൊണ്ടാണ് ഈ വിശ്വാസം വർക്ക് ചെയ്യാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിശ്വാസം വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കണ്ടൻറ്റ് ബേസ് അതിൻ്റെ അകത്ത് ദൈവസ്നേഹം ഉണ്ടാകണം. പിന്നെന്താ ഉണ്ടാകണം? ദൈവസ്നേഹത്തിൽ അധിഷ്ഠിതമായ പ്രത്യാശ ഉണ്ടാകണം. ഇനി അതുകൂടാതെ ഇൻ കേസ് നമ്മളുടെ ആഗ്രഹത്തിന് ബദലായി ദൈവികമായ ആഗ്രഹം പിടിമുറുക്കിയാൽ സബ്മിഷൻ നിങ്ങൾ തയ്യാറായിരിക്കണം. പറഞ്ഞ മനസ്സിലായില്ലേ? ഇത് ആധ്യാത്മിക ശാസ്ത്രത്തിലെ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട സത്യങ്ങളാണ്. ഒന്ന്, വി മസ്റ്റ് ഹാവ് ഫെയ്ത്ത്. ഓക്കെ, ഈ ഫെയ്ത്ത് കൊണ്ട് വർക്ക് ചെയ്യത്തില്ല. നിങ്ങൾക്ക് 2-3 കോടി കടമാണെന്ന് വിചാരിച്ചോ? അപ്പം നിങ്ങൾക്ക് മാക്സിമം ചെയ്യാൻ പറ്റണം, നിങ്ങൾക്കുള്ള സ്ഥലമോ കമ്പനിയൊക്കെ വിറ്റ് മാറ്റാനേ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് തന്നെ ബേസിക്കായിട്ട് അറിയാം, കമ്പനി വിറ്റാലും 1.5 കോടിയേ കിട്ടത്തുള്ളൂ. അത് വിൽക്കണം, വിൽക്കുന്നില്ലാത്തടത്തോളം കാലം പലിശ കൂടിക്കൊണ്ടേയിരിക്കും എന്നറിയാം. ദാറ്റ് മീൻസ് ഇത് നമ്മൾക്ക് എടുത്താൽ പൊങ്ങാത്തൊരു സംഭവമാണെന്ന് വിചാരിച്ചോ? സാധാരണ ആൾക്കാർ എന്താ ചെയ്യണത്? ചില ആൾക്കാർ വേണമെങ്കിൽ ആത്മഹത്യ ചെയ്ത് കളയും. അത് പിന്നെ അവർ പോട്ടെ, അത് അവർക്ക് വിശ്വാസമില്ല, പിന്നെ എന്നാ ചെയ്യാനാണ്? വിശ്വാസമില്ലല്ലോ അവർക്ക്. അതിനെ അതിജീവിക്കാൻ വേണ്ടിയുള്ള ആംബിയർ ഇല്ല. ഇപ്പോൾ വെന്റിലേറ്റർ വെച്ച് കൊടുത്തു, വെന്റിലേറ്റർ മാറ്റിയ ആൾ ചാകുമെങ്കിൽ ചത്തുപോകാനല്ലേ മെഡിക്കൽ സയൻസ് പറയത്തുള്ളൂ. വെന്റിലേറ്റർ വെച്ച് കൃത്രിമമായിട്ട് ശ്വാസം ഉണ്ടാക്കാം, അതെടുത്ത് മാറ്റിയ ആൾ തട്ടിപ്പോവെങ്കിൽ വേറെ എന്തിനാണെങ്കിൽ ജീവിതകാലം മുഴുവൻ വെന്റിലേറ്റർ വെക്കാൻ പറ്റുമോ? ഓരോ വെന്റിലേറ്ററിൻ്റെയൊക്കെ ഓരോ മണിക്കൂറിന് 700 രൂപയൊക്കെ ചോദിക്കണം ചിലയിടത്തൊക്കെ. അപ്പോൾ അത് അഫോർഡബിൾ അല്ല. അപ്പോൾ എൻ്റെ മക്കൾക്ക് മുമ്പിലുള്ള ചാൻസ് എന്താണ്? നിങ്ങൾ എങ്ങനെയെങ്കിലും ബേസിക്കായിട്ട് ആദ്യം വിശ്വാസം സ്വീകരിക്കണം. കാര്യം ഇപ്പോൾ വിശ്വാസം ഇല്ലെന്നല്ല, ഒരു പാരമ്പര്യമായ മിനിമം വിശ്വാസം നമുക്കുണ്ട്. ഇതിന് അപ്ഡേഷൻ സംഭവിക്കാത്തതിൻ്റെ കാരണം നിങ്ങളൊരു സീരിയസ് പ്രോജക്റ്റ് വരാത്തത് കൊണ്ടാണ്. പത്താഴം പറ്റൂ, ചക്കി കുത്തി, അമ്മ വെച്ചു, ഞാനുണ്ടെന്നും പറഞ്ഞിങ്ങനെ നടക്കുന്ന ഈ ആന്തരിക ജീവിതമില്ലേ, അവിടെ വിശ്വാസം പിക്കപ്പ് ചെയ്തു വരത്തില്ല. എന്താ കാര്യം? എല്ലാം റെഡി ടു ഇൻസ്റ്റൻറ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഇങ്ങനെ നമുക്ക് ജീവിതത്തിൻ്റെ എല്ലാം കിട്ടി വരത്തില്ലേ? ഈ ജീവിതത്തിലെല്ലാം കിട്ടി വരണത് ആധ്യാത്മിക ജീവിതത്തിൽ പറഞ്ഞാൽ ദൈവം നമുക്ക് ലഭിക്കുന്ന ഒരു ശാപമാണ് ശരിക്കും. നമുക്ക് ബ്ലെസ്സിങ് തോന്നാമെങ്കിലും അതായത് കേഴ്സ് ഡിസ്കൈസ്ഡ് ഇൻ ദ ഫോം ഓഫ് ബ്ലെസ്സിങ്, അതായത് ഒരു ശാപമാണ്, പക്ഷേ അത് ബ്ലെസ്സിങ്സിൻ്റെ വേഷം കെട്ടി വന്നിരിക്കുകയാണ്. എന്താണ്? എവറിത്തിങ് ഈസ് ഗിവൺ. ദിസ് ഈസ് ലൈഫിൽ അച്ഛൻ പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ? അതായത് എല്ലാം ഓരോരോ കാര്യത്തിന് സഹായിക്കാൻ ഓരോരുത്തരും ഓരോ സമയത്ത് എന്ത് വേണം എന്നും പറഞ്ഞ് നിങ്ങൾക്ക് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ട്രയലിലാണ്, നിങ്ങളൊരു പരീക്ഷണ ഘട്ടത്തിലാണ്. വെച്ചാൽ നിങ്ങൾക്ക് എന്ത് വേണം, ഏത് വേണമെന്ന് പറഞ്ഞ് സഹായിക്കാൻ ഒക്കെ ഓരോരുത്തരെ എവിടെയും ജനിച്ച കാലം മുതൽ തന്നെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു വലിയ പ്രതിസന്ധിയിലാണ് നിൽക്കണത്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ അണ്ണന്മാരെല്ലാം കൂടി ദൈവം നിങ്ങളിലേക്ക് വന്ന് നിങ്ങൾ ദൈവമായിട്ട് ഇടപെടുന്ന ഒരു സാഹചര്യം തന്ത്രപരമായിട്ട് പിശാച് ഒഴിവാക്കുകയാണ്. അപ്പൻ്റെ വേഷത്തിലും അങ്കിളിൻ്റെ വേഷത്തിലും ആൻറ്റിയുടെ വേഷത്തിലും ഒക്കെ വിഷം കെട്ടി വന്നിരിക്കണ പിശാചാണ്. നിങ്ങൾക്ക് മനസ്സിലായി, നിങ്ങളോർക്കും വലിയ ആശ്വാസമായി പോയില്ല എന്ന് ഓർക്കും. അവിടെ അങ്കിളുണ്ടായിരുന്നു, UK ചെന്നപ്പോൾ ആൻറ്റി ഉണ്ടായിരുന്നു, അവിടെ ചെന്നപ്പോൾ അപ്പൻ്റെ ബ്രദറുണ്ടായിരുന്നു. ഇങ്ങനെ ഓരോരുത്തർ സഹായിക്കുമ്പോൾ നിങ്ങൾക്ക് സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന് നേരിട്ട് സഹായിക്കാൻ പറ്റാത്ത ദൈവത്തിൻ്റെ ഭാഗങ്ങളെ ഈ അണ്ണന്മാർ തന്ത്രപരമായിട്ട് പിശാച് അവരെ ഏൽപ്പിച്ചിട്ട് അടിച്ചു മാറ്റിയിട്ട് അങ്കിളെ നിങ്ങൾക്ക് സഹായിക്കും, അല്ലെങ്കിൽ ആൻറ്റി സഹായിക്കും, അപ്പൻ്റെ ചർച്ചക്കാർ സഹായിക്കും. പക്ഷേ നിങ്ങൾക്കിതെല്ലാം ജോലി കിട്ടും, നിങ്ങൾക്ക് ശമ്പളം കിട്ടും, നിങ്ങൾ കല്യാണം കഴിക്കും, നിങ്ങൾ വീട് വെക്കും, നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടും, ഹൈഫൈ ആയിട്ട് നിങ്ങൾ ജീവിക്കും, അവസാനം ചത്തുപോകും.
പരിപാടി തീർന്ന്. കാര്യം എന്താ? ഈ ആൾക്കാർക്ക് ആർക്കും നിത്യത വരെ നിങ്ങളുടെ കൂടെ വരാൻ പറ്റത്തില്ല. നിത്യത കൂടെ വരാൻ പറ്റാത്ത ഒരു പട്ടികളെയും സൂക്ഷിക്കരുത്. നിത്യത വരെ, അതായത് നിങ്ങൾക്കറിയത്തില്ലേ ഈ ആളെന്തേ ഇങ്ങനെ കിടക്കണേ? ഒറ്റ കാര്യം കൊണ്ടാണ് കിടക്കണത്. എന്തുകൊണ്ടാണ്? നിത്യത എന്നൊരു വിഷയം നിൽക്കുന്നത് കൊണ്ടാണ്. നമ്മളെ നിത്യമായി ജീവിപ്പിക്കാൻ വേണ്ടി, നിത്യത വരെ നമ്മുടെ കൂടെ ഉണ്ടാകാൻ വേണ്ടിയാണ് ആൾ പാപത്തിന് റെമിറ്റൻസ് കൊടുക്കാൻ തീരുമാനിച്ചത്. ഞാൻ സഹായിക്കുന്നവരെ കുറ്റം പറയുകയല്ല, സഹായിക്കുന്നവരെ ദൈവത്തെക്കാളുപരി അമിതമായി ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിൽ നിന്ന് അകന്നു പോകരുത്. സ്തുതിക്കട്ടെ. ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒരു കൈ ഉയർത്തിക്കൊണ്ട് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് സ്വരത്തിലെ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. അപ്പൊ ഈ റിയ ടോമിന്റെ സാക്ഷ്യത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയാവോ? ഇവരുടെ പ്രശ്നം എന്താണ്? ഇവർ എഞ്ചിനീയർ സ്റ്റുഡൻ്റാണ്, ബിടെക് എഞ്ചിനീയറിംഗ് ആണ്. പക്ഷേ ഇവർക്ക് വേണ്ടത് യൂറോപ്യൻ കൺട്രിയിൽ, UK അവർക്ക് എഞ്ചിനീയറിങ്ങിന് മാസ്റ്റർ ഡിഗ്രി വേണം. അതാണ് അവരുടെ ആവശ്യം. അതാണ് അവരുടെ സ്വപ്നം. അതാണ് എഞ്ചിനീയറിങ്ങിന് അവർക്ക് മാസ്റ്റർ ഡിഗ്രി വേണം. ഇപ്പോൾ അവർക്ക് 2 കുഞ്ഞുങ്ങളൊക്കെ നല്ല കരിയർ ഗ്യാപ്പ് വന്നിട്ടുണ്ട്. പക്ഷേ കരിയർ ഗ്യാപ്പ് വന്നിട്ടുണ്ടെങ്കിലും ഇനിയിപ്പോൾ പിള്ളേരൊക്കെ വളർത്തിക്കൊണ്ട് ജീവിക്കാമായിരിക്കും അല്ലേ എന്നും പറഞ്ഞ് നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ഫയൽ ക്ലോസ് ചെയ്ത് വെക്കും. മനസ്സിലായില്ലേ? ഇനിയിപ്പോൾ പിള്ളേരൊക്കെ ആയിപ്പോയില്ലേ, ഇനിയിപ്പോൾ അതുങ്ങളെ പഠിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളിനി എല്ലായിടത്തും ഗ്യാപ്പാണല്ലോ, ടച്ച് വിട്ടു പോയെന്നൊക്കെ പറയുകയില്ലേ. നിങ്ങൾക്ക് ടച്ച് വിട്ടു പോകാം. മേ ബി ഫ്രം ദി ലാംഗ്വേജ് യു ക്യാൻ ലോസ്റ്റ് യുവർ ടച്ച്. പക്ഷേ നിങ്ങൾക്ക് ദൈവമായിട്ട് ടച്ച് വിട്ടു പോയില്ലെങ്കിലേ നിങ്ങളെ കർത്താവിൻ്റെ പരിഗണനയിലാണ്. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പരമദിവ്യകാരുണ്യത്തിന് അപ്പോഴേ ഇവർക്ക് പച്ചകടാതെ സൂക്ഷിച്ചത് എന്താണ്? ദൈവമായിട്ടുള്ള ടച്ചാണ്. ലാംഗ്വേജുമായിട്ട് ടച്ച് വിട്ടു പോയിട്ടുണ്ട്, കരിയറുമായിട്ട് ടച്ച് വിട്ടു പോയി, പക്ഷേ ദൈവമായിട്ട് ടച്ച് വിട്ടു പോയിട്ടില്ല. എൻ്റെ ദൈവഭയത്തിലെ ഉടമ്പടി എന്താ ചെയ്യണത്? നിന്നെ ദൈവമായിട്ട് ടച്ച് ചെയ്യിക്കുകയാണ്. മനസ്സിലായില്ലേ? ദൈവമായിട്ട് നിൻ്റെ ജീവിതത്തിൽ നിൻ്റെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ, നിന്നെ ഒരു വലിയ പവർ ഹൗസുമായിട്ട് നിന്നെ ടച്ച് ചെയ്യിക്കാൻ. കാര്യം ഉടമ്പടി ബൈബിളിലെ എല്ലാ പേജുകളിലും ഉടമ്പടിയുടെ വാട്ടർമാർക്കാണ് ഉള്ളത്. നമ്മൾ ബൈബിൾ പരിശോധിക്കുമ്പോൾ എല്ലാ പേജിലും ഉണ്ടാവും ഉടമ്പടിയുടെ ഒരു വാട്ടർമാർക്ക്. ബൈബിളിൻ്റെ ഒരു സെക്യൂരിറ്റി ത്രെഡ് എന്ന് പറയത്തില്ലേ, സെക്യൂരിറ്റി ത്രെഡ് എന്ന് പറയണത് ഈ ഉടമ്പടിയുടെ വാട്ടർമാർക്കാണ്. എന്നുവെച്ചാൽ ഉടമ്പടിയുടെ ഛായാപരമായിട്ടുള്ള അതിൻ്റെ സൊല്യൂഷൻസ് അല്ലെ ഇക്വേഷൻസ് എല്ലാ പേജിലും കാണും. അതാണ് ബൈബിളിൻ്റെ അതോറിറ്റി എന്ന് പറയണത്. കാര്യം ബൈബിൾ ബേസിക്കായിട്ട് ഉടമ്പടി ബുക്കാണല്ലോ. മോസസിൻ്റെ കാലത്ത് ആദ്യമായി പരിശുദ്ധാത്മാവ് മോസസിലൂടെ ബൈബിൾ എഴുതാൻ തുടങ്ങുന്ന സമയത്ത് മോസസ് തന്നെ വിളിച്ചിരുന്ന പേര് ഉടമ്പടി ബുക്ക് എന്നാണ് വിളിച്ചിട്ടുണ്ടിരുന്നത്, ബൈബിളെന്നല്ല വിളിച്ചത്. അപ്പോൾ ബൈബിള് അപ്പോൾ തന്നെ വിശുദ്ധ ഗ്രന്ഥം ഉൽപ്പത്തി തൊട്ട് വെളിപാട് വരെ അത് ഒരു ബുക്ക് ഓഫ് കോവനൻ്റാണ്, ഉടമ്പടി ബുക്കാണ്. അതുകൊണ്ട് അതിൻ്റെ എല്ലാ പേജുകളിലും ഉടമ്പടിയുടെ വ്യത്യസ്തങ്ങളായ ഛായകൾ ഇങ്ങനെ വാട്ടർമാർക്ക് പോലെ ജല ഛായ പോലെകളിങ്ങനെ കിടക്കും. അതിനകത്ത് ഒരു വചനമാണ് നമ്മൾ 14:23 യോഹന്നാൻ്റെ സുവിശേഷം 14:23 എന്ന് വായിച്ചോളൂ. നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും എൻ്റെ വാക്ക് നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്താൽ പിന്നെന്താ സംഭവിക്കുക? അതിൻ്റെ സംഭവം എന്താണ്? അത് ഉടമ്പടി. അതായത് നിങ്ങൾ ഉടമ്പടി ചെയ്താലെന്നുള്ള വാക്കാണ് വരണത്. നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും എൻ്റെ വാക്ക് നിങ്ങളിൽ വായിച്ചോളൂ. യോഹന്നാൻ 14:23 എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. നേരിട്ട് പറഞ്ഞ എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. ഓക്കെ,
വായിച്ചോളൂ. അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവന്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. ഇതാണ് ഇതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നേഹമാണ് എൻ്റെ ബേസിക്. ഉടമ്പടി എടുക്കാൻ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ആത്മോശോധന ചെയ്യണത് എന്താണ്? കർത്താവേ, എനിക്ക് അങ്ങയുള്ള സ്നേഹത്തെ ഒന്ന് വർദ്ധിപ്പിക്കണമേ. കാര്യം ഉടമ്പടി ദൈവസ്നേഹത്തിൻ്റെ പദ്ധതിയാണ്. ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, എനിക്ക് അങ്ങയോടുള്ള സ്നേഹം വർദ്ധമാനമാക്കണമേ. ഇതൊരു ബേസിക് പ്രെയറാണ്. എന്താ കാര്യം? എന്താ സംഭവിക്കണത്? നിങ്ങൾ എന്നെ സ്നേഹിക്കുമ്പോൾ എന്താ സംഭവിക്കണം? എൻ്റെ ഇഫക്റ്റ് എന്താണ്? നിങ്ങൾ എൻ്റെ വാക്ക് നിങ്ങൾ പാലിക്കും. എന്ന് വെച്ചാൽ അവൻ പറയണ പോലെ ചെയ്യും. അതാണ് സംഭവം. മരിയൻ ഉടമ്പടി എന്താണ്? അവൻ പറയണ പോലെ ചെയ്യുന്നതാണ്. അത് തന്നെയാണ് ആ യോഹന്നാൻ 2:5 അതേ ഉടമ്പടി ഫോർമുല തന്നെയാണ് 14:23 വരണത്. അതാണ് ഞാൻ പറഞ്ഞത്. ബൈബിളിൻ്റെ ഓരോ പേജുകളിലും ഉടമ്പടിയുടെ വാട്ടർമാർക്ക് ഉണ്ടാണ്. ബൈബിളിൻ്റെ സെക്യൂരിറ്റി എന്ന് പറയുന്നത് അതാണ്. സെക്യൂരിറ്റി ത്രെഡ് എന്ന് പറയുന്നത് അതാണ്. ബൈബിളിൻ്റെ അതൊരു വിശുദ്ധ ഗ്രന്ഥമാണ്, ദൈവം നൽകിയ ഗ്രന്ഥമാണെന്ന് പറയണത്. കാര്യം ഉടമ്പടി ബേസിലാണ് അന്ത്യം വരെ പോണത് എല്ലാപ്പോഴും. അപ്പം നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. നിങ്ങൾ ഉടമ്പടി ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു 90 ദിവസത്തേക്ക് ഉടമ്പടി ചെയ്യാൻ പറ്റത്തില്ല. അതെപ്പോഴും ഓർത്തേക്കണം. മരിയൻ ഉടമ്പടി ആശ്രയിച്ച് അതിൻ്റെ അനുഷ്ഠാന ക്രമങ്ങൾ 90 ദിവസം ഉള്ളെങ്കിലും ബൈ റിലേഷൻ ഉടമ്പടി ബേസിക് അതിൻ്റെ പേരെന്താണ്? ബെറിദ് എന്നാണ്. ബെറിദ്, നോട്ട് കരാർ. കരാർ മീൻസ് ആൾക്കാർ തമ്മിൽ ചെയ്യുന്ന, മനുഷ്യന്മാർ തമ്മിൽ ചെയ്യുന്നതിനാണ്, സമ്മതങ്ങൾക്കാണ്, പരസ്പര സമ്മതത്തിനാണ് കരാറെന്ന് പറയുന്നത്. അത് അറബിക് ടേമാണ്. പക്ഷേ ഉടമ്പടി എന്ന് പറയുന്നത് ഹീബ്രു ടേമാണ്. ഹീബ്രു ടേമിൻ്റെ ഉടമ്പടിക്ക് കവനൻ്റ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നുണ്ടെങ്കിലും അത് ആക്ച്വൽ ഹെബ്രായ ഭാഷയിൽ പറയണത് ബെറിദ് എന്നാണ്. ബെറിദ് ഇത് മീൻസ് റിലേഷൻ. നിങ്ങൾ ദൈവവുമായിട്ടൊരു റിലേഷനിൽ വരികയാണ്. 90 ദിവസത്തേക്കാണ് ആ റിലേഷൻ. ആണോ? നിങ്ങൾ പറയാം ആണോ? അല്ല. ഒരു അനുഷ്ഠാനക്രമം എന്ന രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 90 ദിവസം കഴിയുമ്പോൾ അത് ആ അനുഷ്ഠാനക്രമം അവസാനിപ്പിക്കാം. പക്ഷേ റിലേഷൻ പോകത്തില്ല. ദാറ്റ് മീൻസ് നിങ്ങൾ ദൈവവുമായിട്ട് ഒരു കരുതൽ, ഒരു നിത്യത വരെയുള്ള റിലേഷനെ ആക്കം കൂട്ടുകയും അതിനെ ബ്രഷപ്പ് ചെയ്യുകയും അതിനെ പുഷ്ടിപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു ആത്മീയ നടപടിക്രമമാണ് ഉടമ്പടി എന്ന് പറയണം, മരിയൻ ഉടമ്പടി. അപ്പം അതുകൊണ്ടാണ് എന്താണ് ഒന്നൊരു വായിച്ച വചനങ്ങൾ 14:23. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. ഒന്ന് ഏറ്റു പറഞ്ഞ സ്വരത്തിൽ, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കുന്നു. അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും. അതിന് ഇഫക്റ്റ് എന്താണ്? വചനം പാലിക്കുമ്പോൾ എന്താ സംഭവിക്കണത്? നമ്മൾ വചനം പാലിക്കുകയാണ്. ഇപ്പം നിങ്ങൾ ഈശോ പറഞ്ഞത്, ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. അപ്പോൾ നമ്മൾ രോഗികളെ സന്ദർശിക്കുമ്പോൾ കർത്താവിൻ്റെ വചനം നമ്മൾ പാലിക്കുകയാണ്. അപ്പോൾ വചനം പാലിക്കുമ്പോൾ എന്താ സംഭവിക്കണം? വായിച്ചോളൂ. എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും. അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും. കാര്യം മാറി. മനസ്സിലായില്ലേ? വിഷയം മാറി. ഉടമ്പടി എടുക്കുമ്പോഴുള്ള അവസ്ഥ അല്ല ഇപ്പോൾ വരാൻ പോണത്. എന്താണ്? എൻ്റെ പിതാവ് രംഗത്ത് വരാൻ പോവുകയാണ്. അപ്പോൾ എൻ്റെ പിതാവ് ഉടമ്പടി നിങ്ങൾ വിചാരിക്കരുത് ഇത് ഈശോയുമായിട്ടാണ് ഉടമ്പടി ചെയ്യണമെങ്കിലും ഇതിൻ്റെ ഇഫക്റ്റ് വരുത്തുന്ന ആരാണ്? എൻ്റെ പിതാവ്. വായിച്ചോളൂ. എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും. എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും. ഏറ്റു പറഞ്ഞേ. ഞങ്ങൾ അവന്റെ അടുത്ത് വന്ന്. ദേവനെ കണ്ടില്ലേ? ഞങ്ങൾ എന്ന് പറഞ്ഞേ. ഞങ്ങൾ അവന്റെ. ഇപ്പം ഞങ്ങൾ എന്ന് പറയുമ്പോൾ ആരാണ്? പരിശുദ്ധാത്മാവ് കൂടിയായി. ഉടമ്പടി പോണ പോക്കുണ്ടില്ലേ? വെട്ടിച്ചെല്ലു പോലെ കയറിപ്പോവുകയാണ്. നിങ്ങൾ ഗവൺമെൻറ് ആശുപത്രിയിൽ പോയി ഒരു രോഗിനെ കണ്ടതാണ് വിഷയം പറഞ്ഞാൽ കണ്ട നിങ്ങൾ ചെയ്തത്രേ. പക്ഷെ അത് ദൈവസ്നേഹത്തോടെയാണ് ചെയ്തതെങ്കിൽ സംഭവിക്കാമല്ലോ എന്താണ്? എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും. പറഞ്ഞേ. എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും. ഞങ്ങൾ ഫാദർ, സൺ ആൻഡ് ഹോളി സ്പിരിറ്റ്, ത്രിത്വൈക ദൈവം, ഏകദൈവം. അതായത് ദൈവം, ത്രിത്വൈക ദൈവം വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. ഇങ്ങനെ വാസമുറപ്പിച്ചാൽ മനസ്സിലായില്ലേ? അപ്പം നിങ്ങളിങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്ന ഈ വാസം ഉറപ്പിക്കലൊന്നും നടക്കത്തില്ല, അറിയാമല്ലോ.
ചിലർ എഴുതിയെന്ന് പറയും, ചിലർ ചെല്ലിയെന്നൊക്കെ പറയും. ഞാനതിനെ എതിർക്കുന്നൊന്നുമില്ല. പക്ഷേ ഇതൊന്നും അല്ല ഉടമ്പടി. മനസ്സിലായില്ലേ? ചിലർ പറയും ഞാൻ 1000 തവണ ബൈബിൾ എഴുതി, ചിലർ പറയും ഞാൻ 500 പ്രാവശ്യം പ്രത്യക്ഷ പ്രാർത്ഥന ചൊല്ലി. പക്ഷേ ഇതൊന്നും ഉള്ള ഉടമ്പടി. ഇതൊക്കെ നിങ്ങളുടെ സ്വകാര്യ വേർഷൻസാണ്. ഞാനതിനെ നിഷേധിക്കൊന്നുമില്ല. പക്ഷേ ബേസിക്കായിട്ട് ഉടമ്പടി എന്ന് പറയുന്നത് ഇങ്ങനെ കുത്തിയിരുന്ന് എഴുതണതും ചൊല്ലണതും ഒന്നും അല്ല. ബേസിക്കായിട്ട് അത് ചെയ്യണതാണ്. ചൊല്ലണ പ്രാർത്ഥനയല്ല, എഴുതണ പ്രാർത്ഥനയല്ല. ഉടമ്പടി ചെയ്യുന്ന പ്രാർത്ഥനയാണ്. നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും എൻ്റെ വചനം നിങ്ങൾ പാലിക്കുകയും ചെയ്യുമ്പോഴേ എൻ്റെ പിതാവ് വന്ന് നിങ്ങളിൽ വസിക്കും. എന്താ? എൻ്റെ പിതാവ് നിങ്ങളെ സ്നേഹിക്കുകയും, അതായത് പിതാവിൻ്റെ സ്നേഹം നമ്മളിലേക്ക് കൊണ്ടുവരാൻ ദൈവം കണ്ടുപിടിച്ച ഒരു പദ്ധതിയാണ് ഉടമ്പടി. മനസ്സിലായില്ലേ? തിരുത്തേക ദൈവം അതാണ് അത് ഭയങ്കര മർമ്മമുള്ള വചനമാണ്. അതായത് ഒന്ന് പറഞ്ഞ്, നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും എൻ്റെ വചനം നിങ്ങൾ പാലിക്കുകയും അപ്പോൾ എൻ്റെ പിതാവ് നിങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങൾ വന്ന് നിങ്ങളിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. അപ്പം നമ്മളിൽ വാസം ഉറപ്പിക്കേണ്ടത് ആരാണ്? ദൈവമാണ്. മനസ്സിലായോ? നിങ്ങളെ കൂടാതെ പഠിച്ച കൂട്ടുകാർ കാനഡയിലുണ്ടെന്ന് പറഞ്ഞ് ഓടിയാൻ കണ്ടു ചെല്ലുന്നുണ്ട്. അതിൻ്റെയൊക്കെ അവസാനം കാണണം. അവസാനം എല്ലാം ദുരന്തമായിട്ട് മാറുകയാണ്. മനുഷ്യന്മാരിൽ നിങ്ങൾ ആശ്രയിച്ച് പോയാൽ പണി 8ൻ്റെ അല്ല 164ൻ്റെ പണി കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ആവശ്യമില്ലാത്ത ഒരു മനുഷ്യനിലും മേ ബി അവർ നിങ്ങളെ സഹായിക്കാം, പക്ഷേ സഹായിക്കേണ്ടെന്ന ഒന്നൊന്നുമല്ല, അവിടെ സഹായം അന്വേഷിക്കേണ്ട എന്നൊന്നുമല്ല. പക്ഷേ നിൻ്റെ ആ ഫസ്റ്റ് ഓപ്ഷൻ ആരും അടിച്ചു മാറ്റരുത്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ ജീവിത പങ്കാളി പോലും നിങ്ങളുടെ ഫസ്റ്റ് ഓപ്ഷൻ അടിച്ചു മാറ്റരുത്. ഫസ്റ്റ് ഓപ്ഷൻ എന്താണ്? നിൻ്റെ കർത്താവ് ദൈവം ഞാനാകുന്നു. വേറെ ആരെങ്കിലും കർത്താവ് എന്ന് വിളിക്കരുതെന്ന്. അല്ലെ, കർത്താവിൻ്റെ സ്ഥാനത്ത് കാണരുത്. മനസ്സിലായില്ലേ? കർത്താവ് എന്ന് വെച്ചാൽ നമ്മളെ നയിച്ച് ഭരിക്കുന്നവൻ. അൾട്ടിമേറ്റായിട്ട് അത് ദൈവം തന്നെയാണെന്ന് ഉടമ്പടി അർത്ഥികൾ ഉറപ്പുവരുത്തേണ്ടതാണ്. പ്രാർത്ഥിക്കുക. കർത്താവേ, എൻ്റെ ജീവിതത്തിൻ്റെ മുഖ്യമായ സ്വാധീന ശക്തിയും എന്നെ നയിക്കുന്ന പ്രേരണാശക്തിയും അങ്ങ് തന്നെയാകാൻ എൻ്റെ ആധ്യാത്മിക ജീവിതത്തെ പുനർക്രമീകരിക്കണമേ. ശ്രുതികടേ പരമദിവ്യകാരുണ്യത്തിന് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഉടമ്പടിയിലായിരിക്കുമ്പോൾ ഇപ്പം എന്നാ സംഭവിച്ചിരിക്കുന്നത്? നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും എൻ്റെ വാക്ക് നിങ്ങൾ പാലിക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ പിതാവ് നിങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങൾ വന്ന് നിങ്ങളിൽ വാസം ഉറപ്പിക്കുകയും ചെയ്യും. ഇങ്ങനെ വാസം ഉറപ്പിക്കുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് അറിയാമോ? അതാണ് ഉടമ്പടിയുടെ ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ വാസം ഉറപ്പിച്ചാൽ ഈശോ എന്നാ പറഞ്ഞത്? എൻ്റെ പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് അവൻ്റെ പ്രവർത്തികൾ ചെയ്യുകയാണ്. ഒന്ന് പറഞ്ഞേ, 14:10 അല്ലേ? യോഹന്നാന്റെ സുവിശേഷം 14:10. ഒന്ന് പറഞ്ഞ്, എൻ്റെ പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് അവൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്യുകയാണ്. ഇപ്പോൾ ഉടമ്പടി വഴി ദൈവം നമ്മളിൽ വസിക്കുകയും പിന്നെന്താ ചെയ്യണത്? ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്യാൻ തുടങ്ങും. പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പം നമ്മുടെ മെറിറ്റിലല്ല പിന്നെ കാര്യങ്ങൾ പോണത്. നോട്ട് ബൈ മെറിറ്റ് എന്ന് ഞാൻ പറയണത് എന്തുകൊണ്ടാണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ആകണമെന്ന് പറയുകയാണ്. ഇപ്പോൾ ഉടമ്പടിയുടെ കറക്റ്റ് ആപ്തവാക്യം എന്താണ്? Ephesians 2:8 എന്താണ്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. നിൻ്റെ യോഗ്യതയല്ല, ദൈവത്തിൻ്റെ കൃപ. ഇതെങ്ങനെയാണ് യോഗ്യത ദൈവത്തിൻ്റെ കൃപയായി കൺവേർഷൻ നടക്കണതെന്നാണ് ഈ യോഹന്നാൻ 14:23 പറയണത്. മനസ്സിലായില്ലേ? ഞങ്ങൾ വന്ന് നിങ്ങളിൽ വാസം ഉറപ്പിക്കും. അപ്പോൾ എന്നാ സംഭവിക്കണത്? അപ്പോൾ എൻ്റെ പിതാവാണ് എന്നിൽ വസിച്ചുകൊണ്ട് എന്ന് പറഞ്ഞ് യോഹന്നാൻ 14:10 വായിച്ചമോളെ. പ്രത്യുത എന്നിൽ വസിക്കുന്ന പിതാവ് ഏറ്റു പറഞ്ഞേ. പ്രത്യുത എന്നിൽ വസിക്കുന്ന പിതാവ് തൻ്റെ പ്രവർത്തികൾ ചെയ്യുകയാണ്. തൻ്റെ പ്രവർത്തികൾ ചെയ്യുകയാണ്. അപ്പം ഇനി നമ്മൾ പ്രവർത്തിക്കേണ്ട കാര്യമില്ല. പറഞ്ഞ മനസ്സിലായില്ലേ? അല്ലേ? ഇപ്പം റിയാ ടോമിൻ്റെ സാക്ഷ്യങ്ങളിൽ റിയാ ടോം പറയണതേ,
എന്നാണെന്ന് അറിയത്തില്ല, ഉടമ്പടി എടുത്തോടുകൂടി എനിക്ക് ഒരു പരിചയവും ഇല്ലാത്ത ആൾക്കാരൊക്കെ എന്നെ സഹായിക്കാൻ തുടങ്ങിയെന്ന്. അത് ഇറ്റ്സ് എ വെരി ഗ്രേറ്റ് വിറ്റ്നസ്. എന്നുവെച്ചാൽ ഇവിടെ ഓരോ മൂവ്മെൻറ്റിലും കാര്യം ഇതിന് കുറേ മാസങ്ങളെടുക്കും. ഒന്നാമത്തെ കരിയർ ഗ്യാപ്പുണ്ട്, അത് ഫില്ല് ചെയ്തിട്ട് ഇവർക്ക് വിസ വരണം. വിസയൊക്കെ വരണമെന്നുണ്ടെങ്കിലേ എന്നിട്ട് ഈ റിയ കൊണ്ടുവന്നിട്ട് അവിടെ നിന്നിട്ട് ഈ പാസ്പോർട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട് മാതാവിനെ. എന്താ പറയുക, എനിക്ക് അമ്മയാണ് വിസ അടിച്ച് തരണമെന്നുണ്ടെങ്കിൽ ഞാൻ പേജ് കാണിക്കുന്നുണ്ട് പാസ്പോർട്ടിൻ്റെ 24-ാം പേജെന്ന്, ഈ പേജിലാണ് അടിക്കേണ്ടതെന്ന്. സി ഹൗ ലവബിൾ ഷീസ്. നമ്മൾ ഞെട്ടിപ്പോവും. എന്നിട്ട് ആ 24-ാം പേജിൽ തന്നെ അമ്മ പാസ്പോർട്ടിൽ വിസ അടിച്ചുകൊണ്ട് വരും. നിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ്, നിൻ്റെ ദൈവം അങ്ങനെയാണ് നിന്നെ സ്നേഹിക്കണത്. പിന്നെ അവർ പറയും സെപ്റ്റംബർ 18 എന്ന് പറയും. സെപ്റ്റംബർ 18 ഒരു ഡേറ്റാണ് 18. ഞാൻ അതായത് 18 എന്നാണ് അവർ പറയണത്. അമ്മയോട് പറഞ്ഞ ഡേറ്റ് 18. അപ്പോൾ 18-ാം തീയതി ഉച്ചവരെ അവർ വെയിറ്റ് ചെയ്യുമ്പോൾ ഹസ്ബൻഡ് അവരോട് ചോദിക്കുകയും, എടി ഇന്ന് 18 അമ്മ അത് ചെയ്യുമെന്ന് പറയും. എന്നിട്ട് പിന്നീട് ഇവർ പ്രേയറിൽ അങ്ങോട്ട് പോവുകയാണ്. അവസാനം രാത്രി 12 മണിയില്ലേ, 12 മണിക്ക് 1 മിനിറ്റ് ഉള്ളപ്പോഴാണ്, അതായത് 19-ാം തീയതിയിലേക്ക് മാറുന്നതിന് 1 മിനിറ്റ് ഉള്ളപ്പോൾ ഇമെയിലിൽ മെസ്സേജ് വരും. നോക്കി എന്ത് ഷാർപ്പാണ്. ദാറ്റ് മീൻസ് നീ പറഞ്ഞ ഡേറ്റ് തന്നെ. അപ്പോൾ ഇത് നടക്കത്തില്ലെന്ന് ഇവൾക്കറിയാം. കാര്യം അത്രയും ബുദ്ധിമുട്ടാണ്. പക്ഷേ തന്നെ സ്നേഹിക്കുന്ന, തന്നെ വിശ്വസിക്കുന്ന, തന്നെ ജീവിക്കുന്ന ഒരാൾക്ക് വേണ്ടി ദൈവം ഏതറ്റം വരെയും പോകാൻ തയ്യാറാണ്. കൈയിട്ടിച്ച് കർത്താവിനെ പരമ ദിവ്യകാരുണ്യത്തിന് ഈ പ്രോസസ്സ് നടക്കണം. മനസ്സിലായില്ല? നിങ്ങൾ ഉടമ്പടി എടുത്തു 5 പുതുക്കി 3 പുതുക്കി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഉടമ്പടി കൊണ്ട് സാധ്യമാകുന്ന ഈ പ്രോസസ്സ് നടക്കണം. എന്താണ്? എൻ്റെ വചനം പാലിക്കുകയും നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും. ബേസിക് ഉടമ്പടി ദൈവത്തെ സ്നേഹിക്കുന്നതാണല്ലേ. ദൈവത്തെ സ്നേഹിക്കണമെന്ന് ദൈവത്തിന് തോന്നിപ്പോയാൽ നമ്മൾ പിന്നെ ദൈവം ഓണർ ചെയ്യാൻ തുടങ്ങും. ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് ദൈവത്തിന് തോന്നണം, നമുക്ക് തോന്നിയാൽ പറ്റത്തില്ല. ദൈവത്തിന് തോന്നിപ്പോയാൽ നമ്മളെ പിന്നെ ഓണർ ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്ന പാസ്പോർട്ടിൽ തന്നെ ആ പേജിൽ തന്നെ അടിച്ചു വരുന്നത്. മനസ്സിലായില്ലേ? നമ്മൾ പറയുന്ന ടേംസ് ആൻഡ് കണ്ടീഷനിലെ അത്രയും അതുകൊണ്ട് അമ്മ ഈ പരിശുദ്ധ അമ്മ ഈ ഉടമ്പടി ചെയ്തപ്പോൾ ഇത് അനുഭവിച്ചതാണ്. അതുകൊണ്ട് അമ്മ ഇതിനൊക്കെ പറഞ്ഞ വേറെ വാക്കാണ് പറഞ്ഞത്. ഇപ്പം ഈശോ എന്നാ പറയണത്? നിങ്ങളെ ഉടമ്പടി ചെയ്യുമ്പോൾ നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും എൻ്റെ വാക്ക് പാലിക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ പിതാവ് നിങ്ങളെ സ്നേഹിക്കും, ഞങ്ങൾ വന്ന് നിങ്ങളെ വസിക്കുമെന്നല്ലേ പറഞ്ഞത്. എന്നിട്ട് 14:10 വരെ പറയും, അതുകൊണ്ട് പിതാവും ഞാനും തമ്മിൽ ഉടമ്പടി ചെയ്തിട്ടുണ്ടെന്ന് പറയും ഈശോ പറയും. അങ്ങനെ ഉടമ്പടി ചെയ്തുകൊണ്ടാണ് പിതാവ് വന്ന് എന്നിൽ വസിക്കുന്നത്. അതുകൊണ്ട് ഞാനല്ല ഈ പ്രവർത്തിക്കണം. കടലിൻ്റെ മീതെ നടക്കുന്നുണ്ട്, വെള്ളം വീഞ്ഞാകുന്നുണ്ട്, പക്ഷേ എൻ്റെ പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് അവൻ്റെ പ്രവൃത്തികൾ ചെയ്യുകയാണ്. കൈയിട്ടിച്ച് കർത്താവിന്റെ ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് ആത്മശോധന ചെയ്യണം. എനിക്ക് ഇന്നലെ ഉണ്ടായതിനേക്കാൾ കൂടുതൽ സ്നേഹം ദൈവത്തോട് തോന്നുന്നുണ്ടോ? തോന്നണില്ലെങ്കിൽ എന്തോ ഒരു കുഴപ്പമുണ്ട്, ഉടമ്പടി ആയിട്ടില്ല. ഇപ്പം ചില പറയില്ലേ, ഞാൻ ചാർജ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു മൊബൈലിനെ, പക്ഷേ ആക്ടിവേഷൻ ആയിട്ടില്ല. നമ്മൾ ചാർജ് ചെയ്തതേ ഉള്ളൂ, ആക്ടിവേഷൻ ആയിട്ടില്ല. ഇതുപോലെ തന്നെ ഉടമ്പടി ചെയ്താൽ അത് ആക്ടിവേഷനായാൽ നമുക്കറിയാൻ പറ്റും എന്താണ്. നിങ്ങൾക്ക് മുമ്പത്തേക്കാൾ കൂടുതൽ ദൈവത്തോട് സ്നേഹം തോന്നും, അല്ലെങ്കിൽ നിങ്ങൾ ദൈവസ്നേഹം അനുഭവിക്കും. നമ്മുടെ ഉടമ്പടി ആക്ടിവേറ്റ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ അറിയണത് അങ്ങനെയാണ്. എന്താണ്? വല്ലാത്തൊരു ദൈവസ്നേഹം ഫീൽ ചെയ്യും. ദൈവസ്നേഹം ഫീൽ ചെയ്യുക തന്നെയല്ല, നമ്മൾ വേറെ ഒരു ലോകത്തേക്കാരും ദൈവമായിട്ടല്ലേ നമ്മൾ ഇൻ്റർ കണക്റ്റഡ് ആയിരിക്കണത്. അപ്പോഴെന്നാ സംഭവിക്കണത്? ഇതിൽ നിഷ തോമസ് പറയുന്നുണ്ടേ, എനിക്ക് ഇംഗ്ലീഷിൽ ഭയങ്കര ബാക്കാണ്. ഞാൻ 10 കൊല്ലമായിട്ട് എനിക്ക് എഡ്യൂക്കേഷണൽ ഗ്യാപ്പുണ്ട്. കരിയർ ഗ്യാപ്പ് മാത്രമല്ല, എഡ്യൂക്കേഷൻ ഗ്യാപ്പുണ്ട്. മെറിറ്റ് ഒരു മെറിറ്റും ഇല്ല, 0 മെറിറ്റ് അടിക്കുക. 0 മെറിറ്റാണ് ഉള്ളത് ഈ നിഷ തോമസിന്. എന്താണ്? എഡ്യൂക്കേഷൻ ഗ്യാപ്പ്. പഠിച്ചിട്ട് കുറേ നാളായി, അതുകൊണ്ട് ഞാൻ ഇംഗ്ലീഷിനൊക്കെ ബാക്കാണ്.
പ്രൊമട്ടറി, സൗദിയുടെ പ്രൊമട്ടറി അല്ലേ എഴുതുന്നത്. ഏജൻറ്റ് കയറ്റി വിട്ടിരിക്കുകയാണ് കക്ഷിയെ. എന്താണ്? പരീക്ഷ ഒന്നും വേണ്ടെന്നും പറഞ്ഞ്. അതാണ് കളിപ്പായി പോയത്. ഈ നിഷ തോമസിന് ഏജൻറ്റ് പാക്ക് ചെയ്ത് വിട്ടിരിക്കുകയാണ് സൗദിയിൽ. ഇതിന് പരീക്ഷ ഒന്നും വേണ്ടെന്ന് പറഞ്ഞ്. എന്നിട്ട് ഇവർക്ക് പറഞ്ഞ പോലെ തന്നെ ഹോസ്പിറ്റലിൽ ജോലിയും കൊടുക്കും. ജോലി കൊടുത്ത് 1 മാസം കഴിയുമ്പോൾ മാനേജറിൻ്റെ കളർ പോവും. അയാൾ പറഞ്ഞു ദാറ്റ്സ് ഓക്കെ, ക്ലിയർ, പക്ഷേ ഇവിടെ നിങ്ങൾക്ക് തുടരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ പ്രൊമോട്ടർ എഴുതേണ്ടി വരുമെന്ന് പറയും. ഇവളങ്ങോട്ട് ഇരുന്ന് പേർത്ത് പോവാൾ. കാര്യം അവർ ചിന്തിച്ചില്ലല്ല, ആലോചിച്ചില്ലല്ല. 10 കൊല്ലമായി പഠിച്ചിട്ട് ഒരു ടച്ച് ഇല്ല. 10 കൊല്ലമായി. 10 കൊല്ലമായി ജോലി ചെയ്തിട്ട് ഗ്യാപ്പുണ്ട്. ഇനി ഇതെല്ലാം ഇൻസ്പെക്റ്റ് ചെയ്യാൻ പോവുകയാണ്. അതോടുകൂടി തിരിച്ച് ഏജൻറ്റ് കാശ് കൊണ്ടുപോവുകയും ചെയ്യും. ഇവർക്ക് തിരിച്ചു പോരേണ്ടി വരിക. അപ്പോൾ ഇവളുടെ ജീവിതം വല്ലാത്ത രീതിയിലായിപ്പോയി. അപ്പോൾ എന്നാ ചെയ്യണത്? ആകപ്പാടെയുള്ള പിടിവള്ളി എന്ന് പറയുന്നത് എന്താണ്? ഈ പാവപ്പെട്ടവൾ ചെയ്തിരിക്കുന്ന ഉടമ്പടിയാണ്. ദൈവത്തിനുള്ള പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് മൈൻഡ് സെറ്റിൽ ഉടമ്പടി ചെയ്താലും ദൈവത്തിൻ്റെ മൈൻഡ് സെറ്റിന് മാറ്റമൊന്നുമില്ല. മനസ്സിലായില്ലേ? ദൈവം അതിൽ നമ്മൾ ദൈവത്തോടാണ് ഉടമ്പടി ചെയ്തതെന്ന് ദൈവത്തിന് അറിയാമല്ലോ. അതുകൊണ്ട് ദൈവം അത് പാലിക്കും. ഇവളുടെ ഉള്ളിൽ അമ്മ പറയുന്നുണ്ട്, എന്താണ്? നീ പ്രൊമോട്ടർ എഴുത്, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്തോളാവുന്നു. അതാണ് വിഷയം. ഇവർക്ക് ടച്ചില്ലല്ലോ. അവളെന്നെ പറയും, ഞാൻ ഇംഗ്ലീഷിലൊക്കെ പണ്ടേ ബാക്കാണ്, ഇപ്പോൾ 10 കൊല്ലം പഠിച്ചിട്ട് ഇത് എഴുതണമെന്നും പറഞ്ഞാണ് എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിരിക്കണത്. ഇവിടെ വന്നപ്പോഴാണ് ട്രാപ്പിലായത്. ട്രാപ്പാണല്ലേ ശരിക്കും പറഞ്ഞാൽ. ഈ ട്രാപ്പിൽ നിന്ന് ഇവർ ശരീരം ഉരുകി മാറുമ്പോഴും ഉള്ളിൽ നിന്നൊരു ശക്തി പറയും, നീ ഇതിനെ കവർ ചെയ്യും. എന്തുകൊണ്ടാണ്? അമ്മ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. എന്താ പറഞ്ഞത്? ശക്തനായവൻ എനിക്ക് വലിയ അത് ഉടമ്പടി എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഫസ്റ്റ് ഫീലിംഗാണ്. ഫസ്റ്റ് ഫീലിംഗ് എന്ന് വെച്ചാൽ അമ്മ ഉടമ്പടി ചെയ്തില്ലേ, നീ ഗർഭം ധരിച്ചൊരു പുത്തനെ പ്രസവിക്കുമെന്ന് പറഞ്ഞല്ലോ. അതല്ലേ മരീൻ ഉടമ്പടിയുടെ ബേസ്? അതല്ലേ? നീ ഗർഭം ധരിച്ചൊരു പുത്തനെ പ്രസവിക്കും എന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞ് മെറിറ്റോറിയസ് ആയിട്ട് ഇത് നടക്കത്തില്ലെന്ന് പറയും. എന്തായതാണ്? എനിക്കതിനുള്ള മെറിറ്റില്ല. അവരുടെ മെറിറ്റിൻ്റെ പ്രശ്നമാണ്, യോഗ്യതയാണ്. എന്താണ്? ഞാൻ പുരുഷനെ ഒരു കുഞ്ഞുണ്ടാകണമെങ്കിൽ പുരുഷനെ അറിയണ്ടേ? അതിലെൻ്റെ മെറിറ്റെന്ന് പറയണത്. ഞാൻ കന്യകയായിട്ട് ജീവിക്കാൻ തീരുമാനിച്ച ആളാണ്. അപ്പം ഞാൻ ഈ ഫീൽഡിൽ ഇല്ലാത്ത ആളാണെന്ന് പറയും. ഞാൻ ഈ ഫീൽഡിൽ ഇല്ലാത്ത ആളാണ്. അമ്മ കറക്റ്റ് കാര്യം പറഞ്ഞു. 10-16 വയസ്സേ ഉള്ളെങ്കിലും ഇവർ മുഴുവൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞിരിക്കണം. കാരണം 16 വയസ്സിന് 64 വയസ്സിൻ്റെ വായിലാണ് ഇവർ സംസാരിക്കണത്. എന്നാ സംസാരിക്കണത്? ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ഇത് അമ്മ മാത്രം പറഞ്ഞതല്ല. ഇപ്പം ഇവരുടെയും അവസ്ഥ തന്നെയല്ലേ, നിഷ തോമസിൻ്റെ അവസ്ഥ തന്നെയല്ലേ. 10 കൊല്ലമായിട്ടൊക്കെ ടച്ചില്ല. പിന്നെ ഞാനിതെങ്ങനെ പ്രൊമോട്ടർ എഴുതണത്? ഇതെങ്ങനെ സംഭവിക്കും? എനിക്കറിയത്തില്ലെന്നല്ലേ പറയണത്. എങ്ങനെ സംഭവിക്കുമെന്ന് വെച്ചാൽ ഞാൻ പുരുഷനെ അറിയുന്നില്ല എന്ന് പറഞ്ഞ വാക്കിലല്ല അവസാനിക്കണത്. ദാറ്റ് മീൻസ് എനിക്ക് മെറിറ്റില്ല എന്നാണ് എൻ്റെ അത് ഉടമ്പടി ബേസിൽ റീഡ് ചെയ്യണമെങ്കിൽ ഐ ഹാവ് നോ മെറിറ്റ് ഇൻ ദിസ് ഫീൽഡ്. ഈ മേഖലയിൽ എനിക്ക് മെറിറ്റ് ഇല്ല എന്നാണ് പറയണത്. ഈ മെറിറ്റ് ഇല്ലെങ്കിൽ പിന്നെ എന്താണ് ഉള്ളത്? മെറിറ്റ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ദൈവം എന്താ വർക്ക് ചെയ്യണത്? അപ്പോൾ പരിശുദ്ധാത്മാവ് മാലാഖ പറയും, അത് ശരിയാണ്, നിനക്ക് മെറിറ്റില്ല എന്ന് എനിക്കറിയാം, പക്ഷേ മെറിറ്റിലല്ലല്ലോ, മെറിറ്റിൽ മാത്രമല്ല ദൈവം കാര്യങ്ങൾ ചെയ്യണത്. അതാണ് ദൈവം എങ്ങനെ കാര്യം ചെയ്യണത്? പരിശുദ്ധാത്മാവും നിന്റെ മേൽ വരും. 1:30 വായിച്ച് ശ്രദ്ധിക്കട്ടെ. ലൂക്കാ 1:34 തൊട്ട് വായിക്കുക. ശ്രദ്ധിക്കട്ടെ. മറിയം ദൂതനോട് പറഞ്ഞു, മറിയം ദൂതനോട് പറഞ്ഞു, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. കണ്ട, എങ്ങനെ സംഭവിക്കും? അറിയുന്നില്ലല്ലോ, ഇല്ലല്ലോ. എങ്ങനെ സംഭവിക്കും? ഇല്ലല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെറിറ്റാണ് അടുത്ത വിഷയം. ഓരോ വിഷയത്തിൻ്റെ അകത്തും നമുക്ക് മെറിറ്റ് ഇല്ലെങ്കിൽ സംഭവിക്കാൻ സാധ്യത. എങ്ങനെ നടക്കും? 2 കോടി കടമുണ്ടല്ലോ, എനിക്ക് വിറ്റാൽ തന്നെ എൻ്റെ കടം എൻ്റെ വീട് സ്ഥലം വിറ്റാൽ പോലും എൻ്റെ കടം വീട്ടാൻ പറ്റത്തില്ലല്ലോ. അതാണ് സാധനം. അതായത് ഇത് നമ്മുടെ എല്ലാ വേദനകൾക്കും പ്രതിസന്ധികൾക്കും അതിൻ്റെ ഡിവൈൻ ഫോർമാറ്റ് ആദ്യം ദൈവത്തിരുസന്നിധി വെക്കുന്നത് അമ്മയാണ്. ഇപ്പോൾ നമ്മൾ പറയും, എനിക്ക് 2 കോടി കടമുണ്ടല്ലോ, എൻ്റെ ഫാക്ടറി വിറ്റാൽ പോലും എനിക്ക് കടം അടക്കാൻ പറ്റത്തില്ലല്ലോ. അത് തന്നെയാണ് സംഭവം. അത് തന്നെയാണ് 1:34 പറയുന്നത്. ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ മെറിറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു വിഷയം നടക്കണമെങ്കിലുള്ള കപ്പാസിറ്റി മെറിറ്റാണ്.
അതില്ലാത്ത അവസ്ഥ ഉണ്ടാകാം. ഇപ്പോൾ നിങ്ങൾ ചിലർ എന്നോട് പറയും, അച്ഛാ വീടില്ലെന്ന് പറയും. അപ്പോൾ ഞാൻ ചോദിക്കും, സ്ഥലമുണ്ടോ? സ്ഥലവും ഇല്ലെന്ന് പറയും. വീടില്ലെന്ന് പറയും, സ്ഥലമുണ്ടോ? സ്ഥലവും ഇല്ലെന്ന് പറയും. അപ്പോൾ ഞാൻ ചിരിക്കും. എന്താ കാര്യം എന്നറിയും, ഇവർക്ക് ടോട്ടൽ മെറിറ്റില്ല. ഇവർക്ക് ടോട്ടൽ മെറിറ്റില്ല. ഇനി ഇവർക്ക് ദൈവം ഒന്നേന്നും പറഞ്ഞ് എല്ലാം ചെയ്യണം. ഇവർ വൃത്തിയും വിനയമുള്ള സ്ത്രീയാണ് അല്ലെങ്കിൽ പുരുഷനാണ്, ഇതുമായിട്ടേ പോകത്തുള്ളൂ, ദൈവമായിട്ടേ പോകത്തുള്ളൂ എന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഇവർക്ക് 90 ദിവസത്തിനുള്ളിൽ സാധനം അസൈൻഡ് ആകും. കാര്യം ഒന്നും ഇല്ലായ്മയാണില്ല നമ്മുടെ എല്ലാത്തിൻ്റെ ഉള്ളായ്മയുടെ ആദ്യ രൂപം എന്ന് പറയണത്. അതായത് ഞാൻ നേരത്തെ നിങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങൾ ചിലപ്പോൾ നെറ്റി തുളിച്ച് കാണും. നിങ്ങൾ ഇങ്ങനെ മീഡിയേറ്ററായിട്ട് നിങ്ങളെ സഹായിക്കാൻ എല്ലായിടത്തും ആളെ നിർത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ അവസാനം ദരിദ്രന്മാരാകുമെന്ന് ഞാൻ പറഞ്ഞില്ലേ. അവിടെ അങ്കിളുണ്ട്, ഇവിടെ ആൻറ്റി ഉണ്ട്, അവിടെ കൊച്ചാപ്പനുണ്ട്, അവിടെ വല്യപ്പനുണ്ട്, വല്യപ്പൻ്റെ മക്കളുണ്ട്, കസിൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞില്ലേ. അവസാനം കൊണ്ടേ പോകത്തുള്ളൂ. നിങ്ങൾ മനസ്സിലായില്ലേ? നിങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലാത്ത പോലെ ജീവിക്കണം. ദൈവം മാത്രം ആണ് ഉള്ളത്. ഇവരൊക്കെ ഉണ്ടാകാം, ദൈവം തന്നതല്ലേ. ദൈവം തന്നതല്ലേ. അങ്കിളായാലും ആൻറ്റി ആയാലും ആരായാലും കൊച്ചാപ്പനായാലും ആര് തന്നാണ്? ദൈവം തന്നാണ്. എല്ലാം ഉണ്ടെങ്കിലും ദൈവം ഇല്ലെങ്കിൽ ഏറ്റവും വലിയ ഇല്ലായ്മ ഫീൽ ചെയ്യണം നമുക്ക്. മനസ്സിലായി? ഇതുപോലെ തന്നെയാണ് ഉടമ്പടി എടുക്കുമ്പോൾ നിങ്ങളെന്താ ചെയ്തിരിക്കണത്? നിങ്ങളെ ടോട്ടൽ ഇല്ലായ്മയിലേക്ക് ദൈവം പുതിയ പദ്ധതിയുമായിട്ട് വരികയാണ്. എന്താ ചെയ്യണത്? അതായത് നമ്മൾ പരിശുദ്ധ അമ്മ ദൈവത്തോട് പറയുന്നൊരു വാക്യമാണ്. എന്താണ്? ഒന്ന് വായിച്ചോ. 1:44 ലൂക്ക 1:34 വായിച്ചേ. ഇതെങ്ങനെ സംഭവിക്കും? ഏറ്റു പറഞ്ഞേ, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ദൂതൻ മറുപടി പറഞ്ഞു. ഇത്ര ക്ലിയർ ആയില്ലേ? അപ്പം മെറിറ്റ് ഇല്ലെന്നുള്ള അമ്മ പറഞ്ഞല്ലോ, ഇല്ലേ? ഇനി ഇതെങ്ങനെ വർക്കൗട്ട് ചെയ്യണത്? ഉടമ്പടിയിലേക്ക് പോവുകയാണ്. ഉടമ്പടിയിലേക്ക് പതുക്കെ പോവുകയാണ്. അപ്പം ഉടമ്പടിയിലേക്ക് അമ്മയും ഈ ദൈവവും തമ്മിൽ ഉടമ്പടിയിലോട്ട് പോവുകയാണ്. ഇനി ഉടമ്പടിയിലോട്ട് അങ്ങനെ പോവുകയാണെന്ന്. അപ്പോൾ ആദ്യം അമ്മയുടെ ആ ഒരു ആസ്തി എന്താണെന്നുള്ളത് വെളിപ്പെടുത്തും, നമ്മുടെ ഇല്ലായ്മ വെളിപ്പെടുത്തും. അത് കഴിയുമ്പോൾ ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. അവൻ അടുത്ത വായിച്ചേ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അതാണപ്പ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അതാ 1:35 വന്നത്. അത് ഇല്ലെങ്കിൽ പിന്നെ അടുത്ത ഓപ്ഷൻ എന്താ ഉള്ളത്? ഇപ്പം നിങ്ങൾക്ക് വീടില്ല, സ്ഥലമില്ല, പ്രായം കൂടിപ്പോയി, പെണ്ണ് കെട്ടിയിട്ടില്ല, അങ്ങനെ കുറേ ഇല്ലായ്മ വരികയില്ലേ. ഇങ്ങനെ അതിനെല്ലാം നിങ്ങൾക്ക് മാനുഷികമായി പറഞ്ഞാൽ ഇല്ലെന്ന് തന്നെ വിചാരിക്കുക. മാനുഷികമായി പറഞ്ഞാൽ ഇല്ലാത്തവരിവിടെ ജീവിക്കണ്ടേ? മനുഷ്യന്മാർക്ക് ജീവിക്കേണ്ടിയിരിക്കും. പക്ഷേ നിന്നെ സൃഷ്ടിച്ച നിൻ്റെ ദൈവത്തിന് നീ ജീവിക്കണം എന്നതുകൊണ്ടാണ് ദൈവം ഉടമ്പടി സ്ഥാപിച്ചുകൊണ്ട് മെറിറ്റിലല്ലെങ്കിൽ ഇത് ഗ്രേസിൽ വർക്ക് ചെയ്യുമെന്ന് പറഞ്ഞത്. കൈയടിച്ച് കർത്താനോടല്ലേ പരമദീപകാരണത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും. അപ്പം മെറിറ്റിലെ ഇത് യോഗ്യതയിലെ ഇത് വർക്ക് ചെയ്യത്തില്ല എന്നുണ്ടെങ്കിൽ ഉടനെ ദൈവരഹസ്യം വെളിപ്പെടുക. എന്താ പറയണത്? പരിശുദ്ധാത്മാവ്. ലൂക്കാ 1:35 എന്താ പറയണത്? പരിശുദ്ധാത്മാവ് പറഞ്ഞേ, നിന്റെ മേൽ വരും. ഇനി പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുമെന്ന് പറയുമ്പോഴേ ഉടമ്പടി പ്രകാരം നമുക്ക് ലഭിക്കേണ്ടത് എന്താണ്? ശക്തിയാണ് ലഭിക്കേണ്ടത്. മനസ്സിലായില്ലേ? നമുക്ക് പവറില്ല, നമുക്ക് അതിനുള്ള കലിബറില്ല, കപ്പാസിറ്റി ഇല്ലെന്ന് പറഞ്ഞാൽ ദൈവം നമുക്ക് ബദൽ തരണത് എന്താണ്? പവർ ഓഫ് ഗോഡാണ്, എംപവർ. മനസ്സിലായോ? ഞാൻ എപ്പോഴും ഇപ്പോൾ IELTS കുഞ്ഞുങ്ങളെ എല്ലാവരെയും വിളിച്ച് നിർത്തിയില്ല. ഇവിടെ MOH, ഹാദ്, പ്രോമട്രി, BTech, PSC എല്ലാ പിള്ളേരെയും ഇവിടെ വിളിച്ച് നിർത്തും. എല്ലാ ദിവസവും വരുന്നവരെയൊക്കെ വിളിച്ച് നിർത്തും. പ്രാർത്ഥിക്കണം, അവർ പ്രാർത്ഥിക്കാൻ വേണ്ടി വരുന്നവരെ. ഞാൻ അവർക്ക് ആദ്യമൊക്കെ ആശീർവം കൊടുക്കും. വെഞ്ചരിച്ചത്, പ്രത്യേകിച്ച് വെഞ്ചരിച്ചത് എന്നുവെച്ചാൽ ഉടമ്പടി പ്രകാരം നിങ്ങൾക്ക് ഞാൻ അവരോട് ചോദിക്കും, മക്കളെ എന്തെങ്കിലും ആശീർവം തരണമെന്നറിയാവോ? I am going to set your studies to the prayer. നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ പഠനങ്ങളെ ഞാൻ ദൈവവുമായിട്ട് കണക്ട് ചെയ്യുകയാണ്. ഇനി കണക്ട് ചെയ്യുന്ന പ്രിൻസിപ്പിൾ പറഞ്ഞു കൊടുക്കും. വെൻ യു യൂസ് ദിസ് മെഡൽ യു ജസ്റ്റ് റിസെറ്റ് ദ ക്രേദോ. എന്താണ്? നിങ്ങൾ ഈ മെഡൽ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? വിശ്വാസപ്രമാണം ചൊല്ലണം. ഞാൻ ഈ ഉടമ്പടി വസ്തുക്കളിൽ ഒത്തിരിയേറെ അനുഭവം ഇപ്പോൾ ഈ ദിവസങ്ങളിൽ നടന്നൊരു അനുഭവം എന്ന് വെച്ചാൽ ആ ഉടമ്പടി സാക്ഷ്യം. ഇപ്പോൾ മേഴ്സി ദേവസ്യ,
അതുപോലെ തന്നെ ഷെറിൻ ആലപ്പുഴ, ഇവരെല്ലാം ഉടമ്പടി ഈ തൈലം ഉദരത്തിൽ തേച്ച് സിസ്റ്റ് മാഞ്ഞു പോയ സാക്ഷ്യം കാണുന്നില്ല. പക്ഷെ ഞാൻ ഈ നേർച്ച വസ്തുക്കളെക്കുറിച്ച് ചുമ്മാ ഇങ്ങനെ ഇപ്പോൾ ഒരു സാക്ഷ്യം വന്നുകൊണ്ട് ഇങ്ങനെ പറയണം, അല്ലാതെ ബേസിക്കായിട്ട് ഞാൻ നേർച്ച വസ്തുക്കളെ ഇങ്ങനെ പൊലിപ്പിച്ചൊരിക്കലും പറയത്തില്ല. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, പറയാത്തതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ അതിന് പല കാരണങ്ങളുണ്ട്. ചില സമയത്ത് ആദ്യമായിട്ട് കേൾക്കുന്നവന് ചിലപ്പോൾ അതൊരു പ്രൊമോഷനായിട്ട് തോന്നും. അതുകൊണ്ടാണ് ആൾക്കാർക്ക് ഉതപ്പുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ. പക്ഷേ ഞാൻ പറയാച്ചാൽ നിങ്ങൾ ഉടമ്പടി നേർച്ച വസ്തുക്കൾ XY എന്ത് ഉപയോഗിച്ചാലും ഞാൻ ഉപയോഗിക്കുന്ന വസ്തുക്കളെക്കുറിച്ചല്ല ഞാൻ പറയണത്, ഉപയോഗിക്കേണ്ട രീതികൾ, അതിൻ്റെ അകത്ത് പവർ ആക്ടിവേറ്റ് ചെയ്യേണ്ട രീതികളുണ്ട്, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പം ഉടമ്പടിയിലെ ഓരോ വിഷയവും, ഉടമ്പടി തൈലമായാലും ഉടമ്പടി ഉപ്പായാലും, ഇവിടെ പരിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ട് 12 തരം മനുഷ്യൻ്റെ എല്ലാ വിഷയങ്ങളെയും സാരസംഗ്രഹിച്ചുകൊണ്ടുള്ള 12 പ്രാർത്ഥനകൾ ചൊല്ലിയാണ് ഇത് വെഞ്ചരിക്കണത്. ഇത് വെഞ്ചരിക്കുമ്പോൾ പക്ഷേ ഇത് പ്രയോഗിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കണം. എന്താ കാര്യം? എല്ലാ പ്രയോഗവിധികളും ഒറ്റ ഫോർമുല വർക്ക് ചെയ്യണത്. എല്ലാ പ്രയോഗവിധികളും ചുമ്മാ നമുക്ക് ഇടാനൊന്നും പറ്റത്തില്ല. എല്ലാ പ്രയോഗവിധികളും യേശു കർത്താവാണെന്ന് ആദരം കൊണ്ട് ഏറ്റു പറയണം. പറഞ്ഞ മനസ്സിലായില്ലേ? പിന്നെന്താണ്? ദൈവം അവന് മരിച്ചവളിൽ നിന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കണം. ഇത് ഇത്രയും ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ ഈ നേർച്ച വസ്തുക്കളിൽ തൊടാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ പിന്നെ കരടകത്ത് കടുകിടണ പോലെ ഇരിക്കും. നമുക്ക് പൊട്ടിയൊന്നും കേട്ടാൽ മതിയല്ല. മനസ്സിലായില്ലേ? കരടകത്ത് നമ്മൾ വറയിടുമ്പോൾ കടുകിടത്തില്ലേ? അപ്പോൾ അതൊന്ന് പൊട്ടിയത് കെട്ടാൽ മതി അല്ലേ? അത്രയും മതി. പക്ഷേ നേർച്ച വസ്തുക്കളുടെ പ്രയോഗം അങ്ങനെയല്ല. നേർച്ച വസ്തുക്കളാകുമ്പോൾ കടുക് നമ്മുടെ ആത്മാവിൽ പൊട്ടണം. ആദ്യം എന്താ സംഭവം ചെയ്യണത്? ആദ്യം യേശു കർത്താവാണെന്ന് ഒന്ന് വായിച്ച മോളെ 10:9. അത് കറക്റ്റ് വചനമാണ് കേട്ടോ, ശ്രദ്ധിച്ചേക്കണം. കറക്റ്റ് വചനം എന്ന് വെച്ചാൽ ഇതിൻ്റെ വചനമാണ്, ഉടമ്പടി പ്രയോഗത്തിൻ്റെ വചനമാണ്. റോമ 10:9 വായിച്ചോളൂ. ആകയാൽ ഒന്ന് പറഞ്ഞ്, ആകയാൽ യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. അപ്പോൾ ക്രിസ്ത്യാനിറ്റിയിൽ വരുമ്പോൾ നമ്മൾ ഒരു വ്യക്തി പ്രാപിക്കണത് എന്താണ്? രക്ഷയാണ്. പക്ഷേ രക്ഷ ഒരേ സമയം തന്നെ ഒരു വ്യക്തിയുമാണ്, ഒരു ശക്തിയുമാണ്. മനസ്സിലായ ഐഡിയ? ഇതിൻ്റെ കറക്റ്റ് നിങ്ങൾ കാര്യങ്ങൾ അറിഞ്ഞ് പ്രയോഗിക്കണം. അതായത് നമ്മളെന്താ ചെയ്യണത്? ക്രിസ്ത്യാനിറ്റിയിൽ ദൈവാനുഭവത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? നമ്മൾ രക്ഷ പ്രാപിക്കുകയാണ്. റോമ 10:9 അനുസരിച്ചുണ്ട്. രക്ഷ എന്ന് പറയുന്നത് എന്താണ്? ഒരേ സമയം തന്നെ വ്യക്തിയാണെന്ന് പറയാൻ കാര്യം എന്താണ്? ലുക്ക 2:30 ഈശോയെ കയ്യിലെടുത്തപ്പോഴല്ലേ സമയം പറയണത്. എന്താ പറയണത്? ലുക്ക 2:30 എന്താ പറയണത്? എല്ലാ മനുഷ്യർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന, ഒന്ന് പറഞ്ഞേ, എല്ലാ മനുഷ്യർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്നു. അപ്പൊ ക്രിസ്ത്യൻസിന് വേണ്ടി മാത്രം ഒരുക്കിയിരിക്കുന്ന രക്ഷ എന്നാ പറഞ്ഞിരിക്കണത്? അല്ല. അതുകൊണ്ടാണ് ഉടമ്പടിയിൽ എല്ലാ ആൾക്കാരും സാക്ഷ്യം പറയേണ്ട കാര്യം ഇതാണ്. അതായത് റൈറ്റായിട്ട് ആർക്കാണ് ഇത് ആപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റണത്? അവൻ്റെ വിഷയം കത്തും. അത് XY നോൺ ബാപ്റ്റിസ്റ്റ് ഓർ നോൺ ക്രിസ്ത്യൻ ഇതൊന്നും ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്യത്തില്ല. ആർക്കാണ് ഇതിൻ്റെ അകത്ത് കൃത്യമായിട്ട് ഫോർമുല കീപ്പ് ചെയ്തു പോകാൻ പറ്റണത്? ഫോർമുല ഇതാണ്. എന്താ പറയണത്? യേശു കർത്താവാണെന്ന് അധരം കൊണ്ടേറ്റ് പറയണം. യേശു കർത്താവാണെന്ന് അധരം കൊണ്ടേറ്റ് പറയണം. പക്ഷേ അധരം കൊണ്ട് ഏറ്റു പറയുമ്പോൾ എന്താണ് എൻ്റെ യേശുവിനെ കർത്താവാക്കുന്നത്? ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കണം. അപ്പം തൊലിപ്പുറത്തുള്ള വിശ്വാസമല്ല, ഹൃദയത്തിൻ്റെ ഉള്ളിൽ വിശ്വസിക്കണം. എന്താ വിശ്വസിക്കണത്? അവൻ മരണത്തെ ജയിച്ചവനാണെന്ന്. ദൈവമേ, നിന്റെ വിഷയം എന്താണ്? കടമാണോ? ക്യാൻസർ ആണോ? മരണമല്ലല്ലോ. മരണത്തെ ജയിച്ചവനാണ് നിന്റെ കർത്താവ്. കൈയിടിച്ച് കർത്താവ് അച്ഛൻ എന്താ പറഞ്ഞത്? രക്ഷ ഒരു വ്യക്തിയാണെന്ന് മനസ്സിലായില്ലേ? ഇപ്പം
ശിമയോൻ ഈശോനെ കയ്യിലെടുത്തപ്പോൾ എന്താ പറഞ്ഞത്? എല്ലാ മനുഷ്യർക്കും വേണ്ടി, ലൂക്കാ 2:30, എല്ലാ മനുഷ്യർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന പറഞ്ഞേ എല്ലാ മനുഷ്യർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്നു. അപ്പൊ രക്ഷ ആരാണ്? ഒരു വ്യക്തിയാണ്. ഇനി ഈ വ്യക്തിയെ നമ്മൾ ഉടമ്പടി പ്രകാരം സ്നേഹിക്കുമ്പോൾ, മനസ്സിലായില്ലേ? വ്യക്തിയെ നമ്മൾ എന്താ ചെയ്യണത്? ഉടമ്പടി പ്രകാരം നമ്മൾ എന്താ ചെയ്യണത്? അതാണ് അത്. യോഹന്നാൻ 14:23 പിന്നെ വരണത്. എന്താണ്? നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും, ഈ വ്യക്തിയെ നമ്മൾ സ്നേഹിക്കണം. മനസ്സിലായില്ലേ? അതാ, നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും എൻ്റെ വാക്ക് നിങ്ങൾ പാലിക്കുകയും ചെയ്താൽ, നിങ്ങൾ ഉടമ്പടി ചെയ്താൽ, അവൻ പറയണ പോലെ ചെയ്താൽ എന്താണ്? എൻ്റെ പിതാവ് നിങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങൾ വന്ന് നിങ്ങളിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. അപ്പോൾ രക്ഷ നമ്മളിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന രീതി കണ്ടില്ലേ? ആ പ്രോസസ്സിങ് കണ്ടില്ലേ? എന്താ ചെയ്യണത്? അതുകൊണ്ട് തന്നെ എൻ്റെ മക്കൾ ഉടമ്പടി പ്രകാരം എന്തെങ്കിലും ചെയ്യണമെങ്കിലേ, നിങ്ങൾ വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുത്താലും, നിങ്ങൾക്ക് ഇപ്പോൾ എന്താ പറഞ്ഞത്, എനിക്ക് എൻ്റെ ഇംഗ്ലീഷ് ബാക്കാണെന്ന് അവൾ പറഞ്ഞില്ലേ? എത്രയോ പേര് നമ്മൾ പറയും എനിക്ക് ഒരു കമ്പനി സ്റ്റഡി തരുവാന്ന് ചോദിക്കത്തില്ലേ? അപ്പോൾ എനിക്കില്ലേ, ഞാൻ എൻ്റെ പരീക്ഷയ്ക്ക് ഒരുങ്ങിയിരിക്കണം, ഞങ്ങൾക്ക് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം. നിങ്ങൾ പഠിക്കാൻ പറ്റാത്തവരെ പഠിപ്പിക്കണം. മനസ്സിലായില്ലേ? അത് ശവം അടക്കണത് എന്തുകൊണ്ടാണ് നമ്മൾ മണ്ണിടണത്? നമ്മൾ ശവം അടക്കാൻ നേരത്ത് നമ്മൾ ഒരു പിടി മണ്ണ് വാരി ഇടത്തില്ലേ കുഴിയിലേട്ട്? അതെന്തിനങ്ങനെ ഇടണത്? അതായത് മരിച്ചവരെ അടക്കുക എന്നുള്ളതൊരു പുണ്യമാണ്. പഴയ നിയമത്തിൽ തുടർന്ന പുണ്യമാണ്, പഴയ പുണ്യമാണത്. അല്ല നിങ്ങൾ ബന്ധം പിരിക്കണത് ആന കൂനെന്നൊക്കെ പറഞ്ഞാൽ ചുമ്മാ നാട്ടു വർത്താനമാണ്. അതൊന്നും ഇതുമായിട്ട് ബന്ധമില്ല. ഇതിൻ്റെ ബിബ്ലിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ തോബിയാസിൻ്റെ പുസ്തകമാണ്. മരിച്ചവരെ അടക്കണത് ഒരു പ്രതികൂലമായ സാഹചര്യമായിരുന്ന കാലത്ത് പോലും തോബിയാസ് മരിച്ചവരെ അടക്കിയിട്ട് വന്നിട്ടാണ് ഭക്ഷണം കഴിച്ചത്. അപ്പം അടക്കുക എന്നുള്ളത് നമ്മളുടെ ഒരു മൗലികമായ ഭരണഘടന, മൗലിക അവകാശം തന്നെ പോലെ നമ്മുടെ ജന്മത്തിൽ ദൈവം തന്നൊരു അവകാശം, ഇത് കടമയാണ്. എന്താണ്? മരിച്ചവരെ അടക്കുക. അതുകൊണ്ട് അടക്കത്തിനൊക്കെ പോണതിൻ്റെ കാരണം അതാണ്. അപ്പോൾ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ചെയ്യുമ്പോൾ അതൊരു ദൈവം ഏൽപ്പിച്ച മൗലികമായ ഒരു ഉത്തരവാദിത്വം നമ്മൾ നിർവഹിക്കുകയാണ് ചെയ്യണത്. ഈ മൗലിക ഉത്തരവാദിത്വം തന്നെയാണ് ഞാൻ നഗ്നനായിരുന്നു, നിങ്ങളെന്നെ ഉടുപ്പിച്ചു. ക്ലിയർ അല്ലേ? ഞാൻ രോഗിയായിരുന്നു, നിങ്ങളെന്നെ സന്ദർശിച്ചു. മൗലിക ഉത്തരവാദിത്വമാണ്. ഈ മൗലിക ഉത്തരവാദിത്വം നിറവേറ്റാനാണ് ഉടമ്പടി നിങ്ങളോട് പറയണത്. അവൻ പറയണ പോലെ ചെയ്യാൻ. പക്ഷേ വി മസ്റ്റ് ഡു ഇറ്റ് ഔട്ട് ഓഫ് പ്യുവർ ലവ്. മനസ്സിലായില്ലേ? ഇനിയിപ്പോൾ ഉടമ്പടി എടുത്തല്ല, ഇനിയിപ്പോൾ ഈ കുന്തവും ചെയ്യണമായിരിക്കും, കൊടുത്തേക്കാം അല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ അളിഞ്ഞ മോന്തയും കൂടി വാരി വലിച്ച് ചെയ്താൽ അത് വർക്കൗട്ട് ചെയ്യത്തില്ല. എന്താ കാര്യം? 14:23 വേണം. അത് നിങ്ങൾ ചെയ്യുന്ന വർക്ക് 14:23 സിങ്ക് ചെയ്യണം. എന്താണ്? നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും, പറഞ്ഞേ, നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും എൻ്റെ വാക്ക് പാലിക്കുകയും ചെയ്താൽ എൻ്റെ പിതാവ് നിങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങൾ വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. ഇങ്ങനെ ദൈവം നമ്മളിൽ വന്ന് വാസമുറപ്പിച്ചാൽ എന്ത് സംഭവിക്കും? വി വിൽ ബി എംപവേർഡ്. അപ്പോൾ നമ്മുടെ പവർ പോയി, നമ്മുടെ പഴയ നിസ്സഹായ അവസ്ഥ ഒന്നുമില്ല. അപ്പോൾ അവൾ പറഞ്ഞു കേട്ടില്ലേ, നിഷ തോമസ് എന്താ പറയണത്? ഞാൻ ഇംഗ്ലീഷിൽ ബാക്കായിരുന്നു, ഞാൻ 10 കൊല്ലമായിട്ട് പഠിച്ചിട്ടില്ല, 10 കൊല്ലമായിട്ട് ജോലിയും ചെയ്തിട്ടില്ല. പക്ഷേ പോമട്രി ഇടാൻ തുടങ്ങിയപ്പോൾ അമ്മ എനിക്ക് ഡിക്റ്റേഷൻ തുടങ്ങിയെന്ന്. ചില ആൾക്കാർക്ക് യുക്തിവാദികളെ ചോദിക്കുവേ, പിന്നെ മാതാവ് പരീക്ഷ ഹോളിൽ വന്നിട്ട് പറഞ്ഞു തരണമെന്ന്. ബിബിൻ്റെ സാക്ഷ്യം കേട്ടിട്ട് നമ്മൾ അല്പസമയം കഴിയുമ്പോൾ തന്നെ വേറെ സാക്ഷ്യം വന്നില്ലേ? ബിബിനും പറഞ്ഞ എന്താണ്? ബിടെക്കിൻ്റെ 24ാമത്തെ പേപ്പർ 24 സപ്ലി എഴുതുകയാണ്. പക്ഷേ എന്താ ചെയ്യണത്? കോട്ടയം ബേക്കറി സ്റ്റേഷനിൽ ചെന്നിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉച്ചവരെ ഈ കൃപാസനം പത്രം എല്ലാം കൊടുത്തുകൊണ്ട് നടക്കുന്ന ആൾ നടത്തിയപ്പോൾ തന്നെ പരീക്ഷകളിലോട്ട് കയറണത്. പറഞ്ഞ് പേപ്പർ ഇടപ്പം ഞെട്ടിപ്പോവും. പറയും ഞാൻ എഴുതത്തില്ലെന്ന് പറയും. അമ്മ ഞാൻ പഠിച്ചിട്ട് വന്നിട്ട് അടുത്ത പ്രാവശ്യം എഴുതാമെന്ന് പറയും. അപ്പോൾ നീ എഴുതാൻ പറയും. പിന്നെ ഡിക്റ്റേഷൻ തുടങ്ങും. അപ്പോൾ അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് അത് ഞാൻ നേരത്തെയും കേട്ടിട്ടുണ്ട്. ഇതൊക്കെ ഇത് നോട്ട് ബൈ മെറിറ്റിൽ വർക്ക് ചെയ്യാണ്, ഇത് മിറക്കിലാണ് വർക്ക് ചെയ്യണത്, ഗ്രേസിലാണ് വർക്ക് ചെയ്യണമെന്ന് അറിയാം. പക്ഷേ പിറ്റേ ആഴ്ച നിഷ തോമസ് വന്ന് സാക്ഷ്യം പറഞ്ഞു, 10 കൊല്ലമായിട്ട് ഇംഗ്ലീഷ് ടച്ചില്ല. പക്ഷേ ഞാൻ പുറമേട്ട് കയറിയതിന് ശേഷം ഞാൻ സംസാരിക്കാൻ തുടങ്ങിയിട്ട്, അതിന് മുമ്പ് ഞാൻ അങ്ങനെ ഒരിക്കലും സംസാരിച്ചിട്ടില്ല, അതിന് ശേഷവും ഞാൻ സംസാരിച്ചിട്ടില്ല. അമ്മയാണ് എന്നോട് സംസാരിച്ചത്. ശ്രുതിക്കട്ടെ, കൈയടിച്ച് ശ്രുതിക്കട്ടെ.
ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും സന്തോഷത്തോടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും അതിശക്തമായി സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിലേക്ക് എന്നെ കൊണ്ടുവരണമെന്ന് പ്രാർത്ഥിക്കണം. മനസ്സിലായില്ലേ? ദൈവസ്നേഹം ഫീൽ ചെയ്യാൻ തുടങ്ങിയില്ലെങ്കിൽ, കാരണം ദൈവസ്നേഹം തുടങ്ങാതെ നമുക്ക് ചെയ്യാതെ ഈ പത്രം കൊടുക്കാൻ പറ്റത്തില്ല. കാര്യം അത് ദൈവസ്നേഹ പ്രവർത്തനമാണ്. കർത്താവിനോട് സ്നേഹം ഉണ്ടാകാതെ എങ്ങനെയാണ് കർത്താവിനെ അറിയാത്തത് അറിയിക്കുന്നവർ, അല്ലെങ്കിൽ സിനിമ നോട്ടീസ് കൊടുക്കുന്നവരായി പോകത്തില്ലേ? ഇതെല്ലാം ദൈവസ്നേഹത്തോടെ കൊടുക്കാൻ പറ്റത്തുള്ളൂ. എൻ്റെ പിതാവ് നിങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങൾ വന്ന് നിങ്ങൾ വസിക്കുകയും ചെയ്യുമ്പോൾ ബൈ ഇഫക്റ്റ് വാട്ട് വിൽ ഹാപ്പൻ? എന്താ ചെയ്യണത്? ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു, അല്ലേ? ദൈവം ഉള്ളിൽ വസിക്കുമ്പോഴേ. ഇപ്പം ലൂക്ക 1:49 വായിച്ച് സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ലൂക്ക 1:49. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഒന്ന് പറഞ്ഞേ, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അപ്പോൾ ദൈവം ആരാണെന്ന് ഇപ്പോൾ വ്യക്തമല്ലേ? ദൈവം ആരാണ്? ശക്തനായവനാണ്, അല്ലേ? അല്ലേ? ദൈവം, അതായത് നമ്മളുടെ മെറിറ്റ് ഇല്ലെങ്കിൽ പിന്നീട് നമ്മൾ മെറിറ്റോറിയസ് ആകുന്നത് എങ്ങനെയാണ്? ദൈവത്തിൻ്റെ ശക്തി അപ്ലോഡ് ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ടാണ് അമ്മ ചോദിക്കണത്, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. അതിന് മറുപടി പറഞ്ഞത് എന്താണ്? പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. എങ്ങനെയുള്ള പരിശുദ്ധാത്മാവ്? അത്യുന്നതൻ്റെ ശക്തി. കൈയടിച്ച് കർത്താവ് ഹല്ലേലൂയ, ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ രണ്ട് വശത്തും ഒരു വചനം വന്നിട്ടുണ്ട് കേട്ടോ, കോമൺ വേർഡ്, അല്ലേ? എന്തേ? ലൂക്ക 1:35 എന്താ പറയണത്? ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ മറുപടി എന്താണ് ദൈവത്തിൻ്റെ? ഇത് മെറിറ്റിൽ വർക്ക് ചെയ്യത്തില്ല, ഗ്രേസിലേ വർക്ക് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് എന്താണ്? പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. ഗ്രേസ് വരുന്നതായി പറയണത്. പരിശുദ്ധാത്മാവ് വരപ്രസാദം എന്താണെന്നാണ് പറയണത്? വരപ്രസാദം എങ്ങനെയിരിക്കും? ഇറ്റ് ഈസ് എ പവർ ഓഫ് ദി ഓൾമൈറ്റി. എന്താണ്? അത്യുന്നതൻ്റെ ശക്തിയാണ് വരപ്രസാദം. കൈയിടിച്ച് കർത്താവ് ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ യോഗ്യതയിൽ ഒരു വിഷയം നമുക്ക് മിസ്സായാൽ അത് എന്നേക്കാട് മിസ്സായെന്ന് വിശ്വാസം പറയത്തില്ല. എന്താ കാര്യം? നിങ്ങളുടെ യോഗ്യതയിൽ എന്തെങ്കിലും മിസ്സായാൽ നിങ്ങൾ അതിൻ്റെ പേര് ഡെസ്പാകേണ്ട കാര്യമില്ല. ഡോക്ടർ പറയും നിങ്ങളോട്, ഇത് ടെസ്റ്റ് ചെയ്തിട്ട് അണ്ടമൊന്നും ഇല്ലല്ലോ, അണ്ടം ഉൽപ്പാദിപ്പിക്കണേ ഇല്ല നിങ്ങൾക്ക്. നിങ്ങളുടെ ഭർത്താവിനാണെങ്കിൽ ബീജത്തിന് കൗണ്ടും ഇല്ല, അതിന് ഓട്ടോ ഇല്ല. ഇങ്ങനെ കുറേ ഇല്ല എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം മെറിറ്റിനെ കുറിച്ച് മാത്രമാണ് ഡോക്ടർ പറയണത്. ഇറ്റ് ഈസ് നോട്ട് ഫോർ ഗ്രേസ്. മനസ്സിലായില്ലേ? കാര്യം അച്ഛൻ മനസ്സിലായില്ലേ? ഇപ്പോൾ വൈദ്യശാസ്ത്രം നമ്മൾ പറഞ്ഞത് എന്താണ്? മെറിറ്റില്ലെന്നേ പറയുന്നുള്ളൂ. ഗ്രേസ് അവിടെ സബ്ജക്റ്റ് അല്ല. ഗ്രേസ് ആണ് നീ എടുത്ത ഉടമ്പടിയുടെ സബ്ജക്റ്റ്. നമ്മൾ ലൂക്ക 1:35 1:49 സെയിം വേർഡാണ് റെക്കോർഡ് ചെയ്യണം. എന്താണ്? ഒന്നിൽ പറയുന്നു ഗ്രേസിന് പകരം എന്താ പറയണത്? അത്യുന്നതൻ്റെ ശക്തി എന്ന് പറയും, അല്ലേ? ലുക്ക. എന്നിട്ട് ഈ ശക്തിയാണ് അമ്മയിൽ വരുമ്പോഴാണ് അമ്മ മെറിറ്റില്ലാതെ പുരുഷനെ അറിയാതെ തന്നെ പ്രഗ്നൻ്റ് ആകണത്. ഈ ശക്തി തന്നെയാണ് നിന്നെ എൻഗ്രേസ് ചെയ്യണത്. എൻഗ്രേസിങ് എംപവറിങ് സെയിം ആണെന്നാണ് ഇപ്പോഴും പറയണത്. ഇപ്പോൾ ഈ ധ്യാനത്തിൻ്റെ വെളിപാടിൽ എന്താ പറയണത്? എൻഗ്രേസിങ് ആൻഡ് എംപവറിങ് സെയിം ആണ്. അതായത് വരപ്രസാദം കൊണ്ട് നിറക്കണതും നിൻ്റെ ശക്തി കൊണ്ട് നിറക്കണതും സെയിം, വൺ ആൻഡ് സെയിം പ്രോസസ്സാണത്. അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ദൈവസ്നേഹത്തിൽ നിറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ വാക്കുകൾ പാലിച്ച് കഴിയുമ്പോൾ ഞങ്ങൾ നിങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങൾ വന്ന് നിങ്ങൾ വസിക്കുകയും ചെയ്യും. അതിന് ഈശോ എന്താ പറഞ്ഞത്? അങ്ങനെ ദൈവം വന്ന് വസിച്ചാൽ പിന്നെ നിങ്ങൾക്ക് ചെയ്യേണ്ടി വരത്തില്ല. എൻ്റെ പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് അവൻ്റെ പ്രവർത്തനങ്ങളാണ് ചെയ്യണത്. അപ്പോൾ നമ്മളല്ല ചെയ്യണത്, കർത്താവാണ് ചെയ്യണത്. മനസ്സിലായില്ലേ? നമ്മുടെ ശക്തി പോയാൽ ഇത് പിന്നെ ദൈവത്തിൻ്റെ ശക്തിയിൽ ഈ സംഭവം ചെയ്തെടുക്കാൻ ബൈബിൾ നൽകുന്ന അൾട്ടിമേറ്റ് ഓപ്ഷൻ കവനൻ്റ് പ്രെയറാണ്. എന്താണ്? ഉടമ്പടിയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഉടമ്പടിയിൽ ശ്രദ്ധയോടെ നമുക്ക് മറ്റ് പല കാര്യങ്ങളും നിങ്ങൾ ചിലപ്പോൾ ജോമാരൊക്കെ ചെല്ലുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഉറങ്ങും, ചില ആൾക്കാർ ചില ശ്രദ്ധിക്കത്തില്ല.
അങ്ങനെയൊക്കെ ചൊല്ലിയാണ് അതിൻ്റെ ഉള്ള ഫലം കൂടി കളയണത്. പക്ഷേ ഉടമ്പടി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഓരോ വിശദാംശങ്ങളിലും ശാസ്ത്രജ്ഞന്മാരുടെ സൂക്ഷ്മത വേണം. എന്നുവെച്ചാൽ നിങ്ങളത് ചെയ്യുന്നുണ്ടോ, ഇതിങ്ങനെ ചെയ്യുമ്പോൾ എൻ്റെ ഉള്ളിൽ ദൈവസ്നേഹമാണ് നിറയണത്, ദൈവസ്നേഹം നിറയുന്നുണ്ടോ എന്ന് നിങ്ങളുടെ ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കണം. നമ്മുടെ ടെമ്പറേച്ചർ നമ്മൾ നോക്കാൻ തെർമോമീറ്റർ ഉപയോഗിക്കണ പോലെ ദൈവസ്നേഹം നിറഞ്ഞാൽ സംഭവം സിമ്പിളായിട്ട് തോന്നും, ലൈറ്റായിട്ട് തോന്നും. എല്ലാ കാര്യങ്ങളും ദൈവസ്നേഹത്തിൻ്റെ ഒരു ഇഫക്റ്റ് എന്ന് പറയണത് സംഭവങ്ങളെ ലൈറ്റാക്കുന്നതാണ്.